السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى، وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. قال رسول الله صلى الله عليه وسلم: الدنيا ملعونة ملعون ما فيها إلا ما كان لله منها. عن موسى بن يسار رضي الله عنه أنه قال: إن الله تعالى لم يخلق خلقا أبغض إليه من الدنيا
وإنه منذ خلقها لم ينظر إليها. إن لله عبادا فطنة طلقوا الدنيا وخافوا الفتنة نظروا فيها ولما علموا أنها ليست لحي وطنا جعلوها لجة فاتخذوا صالح الأعمال فيها سفنا. जहाने ब्रादर न मानद बकस दिल अंदर जहान आफरीन बंद बस मकुन तकिया बर मुल्क दुनिया और पुष्ट कभी सियार कस्चोन तो परवर द कुश्त सल्लल्लाहु अलैहि मुहम्मद സല്ലല്ലാഹു അല്ലാഹു ഒരുമിച്ച് ചൊല്ലി മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിലേക്ക് പരിശുദ്ധമായ റൗള ഷരീഫിന്റെ അടുത്തെത്തി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് സ്വലാത്തും സലാമും ചൊല്ലാൻ നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു കാരണമാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ആദരണീയരായ വേദിയിൽ ഉപപ്പെട്ടരായ എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കെ സൂഫി ഹാജി അവറുകളെ, നമ്മുടെ സ്ഥാപന മേധാവികളിൽ ഒരാളായ എന്റെ പ്രിയ സ്നേഹിതൻ, ഒരു പിതൃതുല്യം എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആദരണീയരായ പെരവൻ അബ്ദുള്ള ഹാജി അവറുകളെ, വേദിയിൽ ഉപപ്പെട്ടരായ യമാനിയ നമ്മുടെ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്ന സമുന്നതരായ നേതാക്കളെ, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിദ്യ പകർന്നു നൽകുന്ന മഹോന്നതരായ പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങൾ കേൾക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഈ വേദിയിൽ എത്തിച്ചേർന്ന സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ വേദിയിൽ ഒത്തുചേർന്ന പോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ തണലിലും മഹ്ശറയിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഒരേ കാലക്കാരായി, നമ്മൾ ഒരേ കാലക്കാരാക്കിയത് അല്ലാഹുവാണ്. നമ്മുടെ മുമ്പേ എത്ര ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്, അവരെ നമ്മൾ കണ്ടില്ല, പലരെയും നമ്മൾ കാണാൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ തന്നെ ഈ നാട്ടിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയ ചില മുൻഗാമികളെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവുകയില്ല. പലപ്പോഴും വിചാരിക്കും അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് നോക്കും. ഇത്ര ആളുകൾ നമ്മുടെ മുമ്പേ കഴിഞ്ഞുപോയി, അവരും നമ്മളും തമ്മിൽ കാണാനോ ബന്ധപ്പെടാനോ കഴിയാതെ പോയത് ഒരേ കാലക്കാരല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു നമ്മിൽ ചെയ്ത അനുഗ്രഹം ചിന്തിക്കും. നിങ്ങൾ ഒരേ കാലക്കാരാക്കി പോരാ, ഒരേ നാട്ടുകാരാക്കി, ഒരേ ഭാഷ സംസാരിക്കുന്നവരാക്കി, ഒരേ ആശയക്കാരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും പാതയിൽ അല്ലാഹു നമ്മെ ഒരുമിപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കാനുള്ള അവസരം ഉണ്ടായത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇതുപോലെ ഖുർആന്റെ തണലിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹുവേ, അന്ന് ഹബീബിന്റെ കൂട്ടത്തിൽ ചേരുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ ചേർക്കരുത് അല്ലാഹ്.
നീ ചേർക്കരുത് റബ്ബേ. ഒക്കെ പറയൂ, നീ ചേർക്കരുത് അല്ലാഹുവേ, ഹബീബിനോടൊപ്പം ഞങ്ങൾ നിൽക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിന്റെ ഉത്കടമായ ആഗ്രഹമാണ് അല്ലാഹുവേ. അതിന് അവസരം നൽകാവുന്ന എല്ലാ കർമ്മങ്ങളും ഞങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ സന്ദേശം ഉൾക്കൊണ്ട റബ്ബേ, സ്നേഹത്തിന്റെ വഴിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ കൽബറിഞ്ഞ് സ്നേഹിച്ചപ്പെടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവർ ജീവിതത്തിൽ ഒന്നിച്ചു. മക്കയിൽ സിദ്ദീഖും റളിയല്ലാഹു അൻഹു മഹാനായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നിച്ചായിരുന്നു എപ്പോഴും. റസൂലുള്ളാഹിന്റെ ആത്മമിത്രമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് മുമ്പേ അങ്ങനെ, മുസ്ലിം ആയപ്പോഴും അങ്ങനെ തന്നെ രണ്ടുപേരും മക്കയിൽ ഒരുമിച്ചു. മക്കയിൽ നിന്ന് പുറപ്പെടേണ്ടി വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ചു. അപ്പോഴും രണ്ടാളും ഒന്നിച്ചിട്ടാണ്. മക്കയിൽ നിന്ന് പുറപ്പെടേണ്ടി വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സിദ്ദീഖിനെ കൂട്ടാനാണ് റളിയല്ലാഹു അൻഹു. എന്തോ അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയോടൊപ്പം തന്നെയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഗുഹായിൽ ഒളിച്ചിരുന്നപ്പോഴും സിദ്ദീഖ് ഉണ്ടവിടെ. അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയും ഒന്നിച്ചു തന്നെ. ഖുർആൻ ആ രംഗം എടുത്തു പറഞ്ഞല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിനെ നെഞ്ചിലേറ്റിയത് എങ്ങനെയായിരുന്നുവെന്ന് ഖുർആൻ എടുത്തു പറയുകയാണ്. ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഗുഹയിലുണ്ടായിരുന്ന സന്ദർഭം ഖിയാമത്ത് നാളെ വരെയുള്ള മനുഷ്യർക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ആഴം, ആ സ്നേഹബന്ധത്തിന്റെ ആഴം. ഇറാ സൗർ ഗുഹയിലും രണ്ടുപേരും ഒന്നിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടുപേരും മദീന മുനവ്വറയിലേക്ക് പോകുമ്പോൾ ആ യാത്രയിലും രണ്ടുപേരും ഒന്നിച്ചു തന്നെയാണ്. മദീന മുനവ്വറയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും രണ്ടുപേരും ഒന്നിച്ചു തന്നെയാണ്. എന്റെ പുണ്യ ഹബീബിനെ കൈവിടാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. മദീന മുനവ്വറയിലും അവർ രണ്ടു ഒന്നിച്ചു തന്നെയാണ്. എല്ലാ യുദ്ധങ്ങളിലും അവർ ഒന്നിച്ചു തന്നെയാണ്. നോക്കൂ നിങ്ങൾ, യുദ്ധങ്ങളിലും അവർ ഒന്നിച്ചു തന്നെയാണ്. പുണ്യ നബിയോടൊപ്പം ഉണ്ടാകും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായതിന് ശേഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹബീബായ റസൂലുള്ളാഹിന്റെ പദവിയായിരുന്ന ഖിലാഫത്തിലേക്ക് നബുവത്ത് കഴിഞ്ഞുപോയി. പിന്നെ ഖിലാഫത്താണ്. ആ ഖിലാഫത്തിലേക്ക് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത ഒന്നാമനായി കടന്നു വന്ന ആളും സിദ്ദീഖാൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അവിടെയും സിദ്ദീഖാൻ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഇമാമായി നിസ്കരിച്ച മിഹ്റാബിൽ പുണ്യനബിയുടെ വഫാത്തിന് ശേഷം ആ മിഹ്റാബിലേക്ക് കയറി നിന്ന് റസൂലുള്ളാഹിന്റെ കാലശേഷം ഇമാമത്ത് നിന്നതും സിദ്ദീഖാൻ റളിയല്ലാഹു അൻഹു. എന്റെ ശേഷം സിദ്ദീഖാണെന്നുള്ള സൂചന വഫാത്തിന് മുമ്പ് തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ കഴിയാതെയായപ്പോൾ മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, എന്റെ അബൂബക്കറിനോട് കൽപ്പിക്കണേ, അബൂബക്കർ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കണേ. നോക്കൂ നിങ്ങൾ, വഫാത്തായതിന് ശേഷവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ആ സ്ഥാനത്തേക്ക്. എന്തിനേറെ വഫാത്തായപ്പോൾ ആ ഹബീബിനൊപ്പം തന്നെയാണ് ആ മഹാന്റെ ഖബറിടവും ഉള്ളത്. മരണശേഷവും അല്ലാഹു ഒന്നിപ്പിച്ചു. ജീവിതത്തിൽ മുഴുവൻ ആ ഹബീബിന്റെ കൂടെ നിന്നപ്പോൾ മരിച്ചതിന് ശേഷവും അല്ലാഹു ഒന്നിപ്പിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനോട് ചേർന്നാണ്. ഇനി നാളെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പുണ്യ നബി കടന്നു പോകുമ്പോൾ അബൂബക്കർ, എന്റെ കൂടെ അബൂബക്കർ ഉണ്ടാകും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എപ്പോഴും ഒപ്പാ. അതാ ഞാൻ മെനിഞ്ഞാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള സൂറത്ത് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള സൂറത്ത് അല്ലാഹു പറഞ്ഞത്. സൂറത്തുൽ ലൈൽ, സൂറത്തു സിദ്ദീഖ്. സൂറത്തുൽ ലൈൽ, സൂറത്തു സിദ്ദീഖാൻ.
സൂറത്തുൽ ദുഹ, സൂറത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, ആ ബന്ധത്തിന്റെ പേരിലുള്ള സദസ്സാക്കി സദസ്സയെ മാറ്റിത്തരണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് വല്ലിച്ച് ചൊല്ലി വന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ ഈ നല്ല സദസ്സ് ഈ നാട്ടിൽ നീ ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് നീ നിലനിർത്തുകയും ചെയ്യണമേ അല്ലാഹ്. നമ്മൾ വേഗം ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് പറയാൻ, എല്ലാം ബാക്കി കിടക്കുകയാണ്. എന്റെ മുമ്പ് ഇവിടെ വന്ന ഒന്ന് രണ്ട് സംഗതികളുണ്ട്, അത് പെട്ടെന്നൊന്ന് പറയാം. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 10 സ്ക്വയർ ഫീറ്റ് ഒരു സഹോദരി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ചെക്ക് ഇങ്ങോട്ട് കൊടുത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. 16,000 ഉറുപ്പിക. നമ്മളുമായി വലിയ അഭേദ്യ ബന്ധമുള്ള, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, അങ്ങനെയാണ് സ്നേഹം കണ്ടാൽ അറിയും. കാരണം ഓരോ ദിവസവും ഓരോ നാട്ടിൽ പോകുമ്പോൾ ആത്മാർത്ഥ സ്നേഹവും അല്ലാത്ത സ്നേഹവും ശരിക്കും തിരിച്ചറിയും. അതിന് പറ്റുന്ന ഒരു ഫീൽഡാണ് നമ്മളെ ഫീൽഡ്. അങ്ങനെയാണ്. എന്റെ കൂടെയുള്ള ഹുസൈൻ കാക്കത്ത് തിരിഞ്ഞിട്ടില്ലേന്ന്, മൂപ്പർക്ക് ഇപ്പം എടുത്താൽ തിരിഞ്ഞ ഡയറി മൂപ്പര് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത്. എന്നോട് ചില ആളുകൾക്കൊക്കെ നിർബന്ധിപ്പിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റാക്കി മറ്റതും മറിച്ചതും ഒക്കെ ആക്കിയിട്ട് ഡേറ്റ് ഒക്കെ കൊടുത്തു മൂപ്പര്. ഞാൻ പറഞ്ഞു, ഹുസൈൻ കാക്കക്ക് തിരിഞ്ഞിട്ടില്ല, എല്ലാരെയും കുറിച്ചല്ലേ പറയുന്നത്. ആ വയൽ നടക്കുന്നത് വരെ വിളിയാണ്, ഭയങ്കര വിളി തന്നെ, വിളി നിരന്തരം. ഹുസൈൻ കാക്ക വിളിക്കാം, എന്നാ പിന്നെ ഫോണിൽ കിട്ടാത്തതുകൊണ്ട് വിളിക്കലുമില്ല. എന്നാ അങ്ങനെയൊക്കെ പോയ സ്ഥലത്ത് പോലും വയൽ കഴിഞ്ഞിട്ട് പിന്നെ ഹുസൈൻക പറഞ്ഞത് എന്നെ പറയാൻ പറ്റില്ല ചിലതാണ്. അങ്ങനെയാണ്. നിങ്ങൾ സ്വകാര്യതയോട് ചോദിച്ചാൽ എല്ലാം അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്നേഹം, ആത്മാർത്ഥ സ്നേഹം ഏത് അല്ല എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫീൽഡാണ്. വളരെ ആത്മാർത്ഥമായി, അത് മുഖം കണ്ടാൽ തിരിയും, പെരുമാറ്റം കണ്ടാൽ മനസ്സിലാവും. കൽബിന്റെ അകത്തളത്തിൽ സ്നേഹം നൽകുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഇത് വന്നത്. റഹ്മുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഈ സ്ഥാപനത്തോടും ആ കുടുംബത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഖത്തറിൽ നമ്മൾ പോയപ്പോ യമാനിയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ ഈ സ്ഥലം വാങ്ങാനൊക്കെ ഉള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി പോയ സമയം നമുക്കൊരു 5 ലക്ഷം കൊടുത്തുകൊണ്ട് വെച്ചപ്പോ ആണ് നമ്മൾ 5 കിട്ടൂല, 2 കിട്ടട്ടെ എന്ന് കരുതിയിട്ട് 5 പറഞ്ഞേ. ധാർമ്മിക്കറിയാം. ആ ആള് പോയി സദസ്സിലിരിക്കുന്നുണ്ട്, ഓരോ ഇപ്പോഴായിരിക്കും ഈ സംഗതി അറിയണേ. എന്റെ കൂടെയുള്ള ആളുകളും പറഞ്ഞു, നമ്മൾ 2 കിട്ടണമെങ്കിൽ 5 ചോദിക്കണം എന്ന്. ആ മനുഷ്യനോട് നിങ്ങളൊരു 5 കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, എന്നാ ഒരു 4 ആയിക്കോട്ടെ. അങ്ങനെ ഉണ്ടാവില്ല, കുഴപ്പമില്ല, ഒന്നുമില്ല, 5. രണ്ടാമതൊന്നും മറുത്തു പറഞ്ഞിട്ടില്ല. ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് 16,000 ഉറുപ്പിക, 10 സ്ക്വയർ ഫീറ്റിന്റെ പൈസ ആ കുടുംബത്തിലെ സഹോദരിയാണ് ഏറ്റെടുത്തത്. കുടുംബത്തിന്റെ വക ഇനിയും ഈ സദസ്സിലേക്ക് വരും, ഈ സംരംഭത്തിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. റഹ്മുർ-റഹീമീനായ അല്ലാഹുവേ, അവരുടെ മരിച്ചുപോയ ഉപ്പായുടെയും ഉമ്മായുടെയും ഖബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഈ സ്വതക്കയുടെ ഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ ലിസ്റ്റുകളൊക്കെ ഒന്ന് അവസാനം ഷോർട്ട് ചെയ്ത് തരണേ. ലാസ്റ്റ് നമ്മൾ യാസീൻ ദുരുവാർക്കൊന്നു കേട്ടോ. ഇന്ന് പിന്നെ ഈ 10 മണി എന്നുള്ളത് ഞാൻ ചിലപ്പോൾ കർശനാക്കിയാൽ നടക്കൂലെന്ന് തോന്നുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അധികമാവുന്നല്ലാതെ അമിതമൊന്നും അധികമാവാൻ സാധ്യതയില്ല. അവസാനത്തെ ദിവസമായതുകൊണ്ടേ ഒക്കെ കൂടിയാണ് തീർക്കണം. ഒരുപാട് പണിയുണ്ട് എൻ്റെ മുമ്പിൽ. അപ്പോൾ അവസാനം നമ്മൾ പ്രത്യേകം ദുആ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മകൻ നടന്നു തുടങ്ങാൻ വേണ്ടി 10 ചാക്ക് അരിയുടെ പൈസ 10,000 ഉറുപ്പിക. അൽഹംദുലില്ലാഹ്. അല്ലാഹ് റബ്ബേ, വേദനിക്കുന്ന മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയത്തിൽ നിന്ന് പരിഹാരം തേടിയുള്ള സ്വതഖയാണ് റബ്ബേ ഇത്. എന്റെ കലാമ് പഠിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ഒരു ഭക്ഷണം കൊടുത്തിട്ടെങ്കിലും എന്റെ പൊന്നുമോനൊന്ന് നടന്നു കാണണം എന്നുള്ള വേദന, പടച്ചോനെ നീ പരിഹാരം കൊടുക്കണേ അല്ലാ. ഉറക്കൊന്നാമയും പറയുങ്ങൾ. അല്ലാഹുവേ നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിനെ മാത്രം മനസ്സിൽ വിചാരിച്ചൊരു ആമീൻ പറയൂ. അല്ലാ, ആ കുഞ്ഞുമോനൊന്ന് നടന്നു കാണാൻ ആ കുടുംബത്തിന് നീ തൗഫീഖ് നൽകണേ റബ്ബേ. എന്ത് തടസ്സമാണെങ്കിലും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ബിസ്മില്ലാ. അതൊക്കെ പിടിച്ചോളി. ദാരിമിസ്ഥാനെ പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇതിന്റെ ആളെന്നല്ലേ ഇപ്പോഴും, മൂപ്പർ ഇതിന്റെ ആളെന്നെ ഇപ്പോഴും. ഞാൻ മൂപ്പർ ഇവിടുന്ന് പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, നമ്മളെ മൂപ്പരാനുള്ള ഡേറ്റ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിച്ചു. ഞാൻ ചോദിച്ചു നമ്മളെ വയലെന്താ ചെയ്യണമെന്ന്. ഞാൻ ചെറുങ്ങനെ പരിശോധിച്ച സംഗതി.
ഞാൻ ചോദിച്ചു, ഇനി വയറിൽ നമ്മൾ കൊടുക്കണോ ഡേറ്റ് മാറ്റണ്ടേ? എന്നോട് പറഞ്ഞു അത് വേറെ, അതങ്ങനെ തന്നെ എല്ലാ കൊല്ലവും യമാനിയെ പോകണം. അപ്പൊ എനിക്ക് മനസ്സിലായി ആ മനുഷ്യനും ഈ സ്ഥാപനത്തോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാതാപിതാക്കളുടെ രോഗം സുഖപ്പെടാനും ഞങ്ങളുടെ എല്ലാവരുടെയും രോഗം ശിഫയാകാനും അങ്ങനെ എന്നിട്ട് എഴുതിയാൽ മതി. പക്ഷെ വാപ്പാനിമാനും പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട്. കാരണം അവരവരുടെ രോഗത്തെക്കാളും വേദനയാണ് വാപ്പയുടെയും ഉമ്മയുടെയും രോഗം. അതാണ് എഴുത്തെന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ വരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയ്യത്ത് കൊണ്ട് വാപ്പാമിന്റെ രോഗം ഉമ്മായുടെയും രോഗം അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. എല്ലാവരുടെയും മനസ്സിൽ സമാധാനം കിട്ടുവാനും മരിച്ചുപോയ അനുജന്റെ ഖബർ വിശാലമാകാനും എല്ലാവർക്കും ഈമാനോടുകൂടെ മരണപ്പെടാനും ഒക്കെ ദുആ ചെയ്യാൻ 1 സ്ക്വയർ ഫീറ്റിന് ആവശ്യമായ 1600 റുപ്യ ഒരു കുടുംബം കൊടുത്തേച്ചിട്ടുണ്ട്. പാവം കുടുംബം, സാധു കുടുംബം. ഇത് എന്റെ കയ്യിൽ എന്നെ തരെന്ന് പറഞ്ഞു കൂടുന്നെന്ന. ഞാനാണ് മഹാമറവിക്കാരനോ. ഞാൻ പറഞ്ഞില്ല, അധോലോക മറവിയുടെ പ്രസിഡന്റ് ആക്കാൻ നിങ്ങൾക്ക് ഒരാളെ കിട്ടൂലെങ്കിൽ നിങ്ങൾ ആ കൂട്ടക്ക് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കവർ മുഴുവൻ ഇവിടെ ഇതില്ലേ, കൗണ്ടർ ഉണ്ട് ബാക്ക് ഭാഗത്ത്. അവിടെ കൃത്യമായി കൊടുത്ത് അവിടെ എഴുതിക്കണം, കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മനസ്സിലായില്ലേ? എന്റെ അടുത്ത് പോലും തന്നാനുള്ള കഥ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ കൊടുത്ത് ഉറപ്പുവരുത്തണം. പിന്നെ അല്ലെങ്കിൽ സംഘാടകർ നിങ്ങളുടെ അടുത്തൂടെ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത് ഉറപ്പുവരുത്തണം. ഇതൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബേ അവരുടെ കാലിന്റെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ശരീരത്തിലുള്ള രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാ. മാതാപിതാക്കളുടെ രോഗത്തിനും നീ ശിഫാ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ആ കുടുംബത്തിൽ ആരൊക്കെ രോഗികളുണ്ടവർക്കൊക്കെ നീ രോഗശമനം നൽകണേ റബ്ബേ. അല്ലാഹുവേ മനസ്സമാധാനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അവരുടെ മരിച്ചുപോയ അനുജന്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിനും ഞങ്ങൾക്കൊക്കെ ഈമാനോടുകൂടെയുള്ള മരണം നീ പ്രദാനം ചെയ്യണേ അല്ലാ. 1 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ നമ്മളെല്ലാവരും ഓരോ സ്ക്വയർ ഫീറ്റ് കൊടുത്താലും ഒരു വലിയ മുതൽക്കൂട്ടാവും. നിങ്ങളൊക്കെ ശ്രദ്ധ ആ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതൊരു വല്ലാത്ത സ്വതക്കെ. ഒരു സഹോദരി ഇന്നലെ കിട്ടുന്ന കവർ വാങ്ങുമ്പോൾ ചിലപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രി വയലിൽ കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ഇങ്ങനെ കടന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും, പഠിച്ചോനെ ഞാൻ എന്ത് കൊടുക്കണം. ഇന്നലെ ഈ സദസ്സിൽ വരുന്നവരെ ചിന്തിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വരുമ്പോഴും അറിയില്ല നാളെ ഈ വള അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാകും എന്ന് ആ സഹോദരി ചിന്തിച്ചിട്ടുണ്ടാവില്ല. നല്ല കനുണ്ട് ഈ സാധനം, നല്ല കനുണ്ട്. ആ സഹോദരി ഇന്നലെ രാത്രി തീരുമാനിച്ചു, ഇന്ന് ആ കവറിന്റെ പുറത്ത് എഴുതിയിട്ട് ആ സഹോദരി ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുകയാണ്. മരിച്ചുപോയ ഭർത്താവിന്റെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. ഒരു പാവപ്പെട്ട സഹോദരിയാണ്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയിട്ടുണ്ട്. ഭർത്താവിനോട് വല്ലാത്ത സ്നേഹമാണ് ഹൃദയത്തിൽ. എപ്പോഴും തന്നെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒപ്പായിരുന്നല്ലോ വയല് കേൾക്കാൻ പോവാ. നേരത്തെ ഒപ്പായിരുന്നല്ലോ വയല് കേൾക്കാൻ പോയിരുന്നത്. ഇതൊക്കെ ചിന്തിച്ചതാണ്. ആമീൻ ചൊല്ലാനുണ്ടായിരുന്ന ഭർത്താവില്ല. താൻ ഗർഭിണിയായിരുന്നപ്പോൾ തനിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച ഭർത്താവ് തന്നോടൊപ്പമില്ല. ആ ഭർത്താവിന് എന്തു കൊടുക്കാൻ കഴിയുന്ന ആലോചിച്ചപ്പോ കയ്യിലുള്ള വള അഴിച്ചിട്ട് ആ ഭർത്താവിന്റെ പരലോക ഗുണത്തിന് വേണ്ടി സ്വതഖ ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന് വേണ്ടി ആ സഹോദരിയുടെ ഖബറിടം നീ വെളിച്ചമാക്കണേ. ആ സഹോദരന്റെ ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. അല്ലാഹുവേ ഇത് തന്ന പെങ്ങൾ ഈ സദസ്സിലുണ്ട്. അവരുടെ മനസ്സിലുള്ള വേദന നിനക്കറിയാമല്ല അല്ലാ. അവരുടെ ഭർത്താവിന് നീ സ്വർഗം കൊടുത്തു എന്ന് ആ പെങ്ങൾ അറിഞ്ഞാൽ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല റബ്ബേ. എത്ര നേരത്തെ നീ മരിപ്പിച്ചു കളഞ്ഞതാണെങ്കിലും ആ സഹോദരന്റെ ഖബർ നീ സ്വർഗാക്കി കൊടുക്കണേ റബ്ബേ. വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. നീ ഖബൂലാക്കണേ അല്ലാ. പിന്നെ കുറെ സംഭാവന വന്നിട്ടുണ്ട്. ലിസ്റ്റൊക്കെ ഞാൻ അവസാനം വായിക്കും. ഒരു 10 സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ട് 16,000 റുപ്പിക. 2 സ്ക്വയർ ഫീറ്റ് 3200, 7 സ്ക്വയർ ഫീറ്റ് 11,200 റുപ്പിക, 3 സ്ക്വയർ ഫീറ്റ് 4,800, വേറൊരു 3 4,800, വേറെ ഇത് 7 10,500. അപ്പൊ മറ്റതും 10,500. ഞാൻ വായിച്ച തെറ്റിപ്പോയത്. 3 സ്ക്വയർ ഫീറ്റ് 4,800, 8 സ്ക്വയർ ഫീറ്റ് 12,800, 9 സ്ക്വയർ ഫീറ്റ് 14,400. ഈ 9, 8, 7, 3 നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. 9 എന്നൊക്കെ പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും ചിലപ്പോൾ പുതിയാപ്പിളരും ഉണ്ടാവും. ഓലൊക്കെ കൂട്ടി എഴുതിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടുന്ന് പറഞ്ഞത് അങ്ങനെ നെഞ്ചിലേറ്റി പോയതാണെന്നർത്ഥം. ഇത് ഈ നാടിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് എല്ലാ കൊല്ലവും നിങ്ങൾ വിളിക്കുമ്പോൾ വരുന്നതെന്ന് വെച്ചാൽ
നിങ്ങൾ തരുന്ന കവറിന്റെ വണ്ണം കൊണ്ടൊന്നല്ല, എല്ലാം മാതിരി പറയാലോ. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇവിടെ വരുന്നത്, അതും പറയാലോ. നിങ്ങളോട് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. നിങ്ങൾ ഒരു ഫിൽസ് പോലും നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലെങ്കിലും പൂർണ്ണ സന്തുഷ്ടനായി അടുത്ത കൊല്ലം വരും. ഫിൽസ് ഉണ്ടാക്കാനല്ല ഈ പരിപാടി. നമ്മൾ കുറെ പറയുമ്പോൾ പറയുന്നവരിൽ ഒരു മാറ്റം, കേൾക്കുന്നവരിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് പരിശ്രമിക്കുകയാണ്. അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ഞാൻ പറയുന്നത്, ഈ നാട് ദീനിനോട് കാണിക്കുന്ന സ്നേഹമാണ് വീണ്ടും വീണ്ടും ഈ നാട്ടിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്ടോ. പറഞ്ഞത് അങ്ങനെ തന്നെ നെഞ്ചിലേറ്റ് ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വേറൊരു 5 സ്ക്വയർ ഫീറ്റ് 8,000, 6 സ്ക്വയർ ഫീറ്റ് 10,800, അതേപോലെ 2 സ്ക്വയർ ഫീറ്റ് 3,200. സ്വർണം വകയിൽ ഇതുവരെ വന്നത് ഒരു വള, 4 മോതിരം, ഒരു ചെയിൻ, 2 കമ്മൽ. ഇൻഷാ അല്ലാഹ് ബാക്കി ലാസ്റ്റ് ഒന്നിച്ച് പിന്നീട് വായിക്കും. എല്ലാവരുടെയും ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവണം. ഏറ്റവും ചുരുങ്ങിയത് 1 സ്ക്വയർ ഫീറ്റ് എങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഈ സംരംഭത്തിന് കൊടുത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോവാൻ. ആഫിയത്തിനും ഈമാൻ സലാമത്തായി മരിക്കാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു വ്യക്തി 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹുവെ മരണസമയം ഈമാൻ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ റബ്ബേ. മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ ദുആ ചെയ്യാൻ സഹോദരൻ 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ഇവരുടെ മനസ്സിലെ ഹലാലായ മുഴുവൻ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ പിതാവിനും ഭാര്യ പിതാവിനും ദുആ ചെയ്യാൻ, സന്താന ഭാഗ്യത്തിനും മുറാദ് ഹാസിലാവാനും ഒരു വ്യക്തി 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ അവരുടെ മരിച്ചുപോയ പിതാവിനും ഭാര്യയുടെ പിതാവിനും നീ പുറത്തു കൊടുക്കണേ അല്ലാ. റബ്ബേ അള്ളാഹുവേ മക്കളില്ലാത്തവരുണ്ടവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 6 സ്ക്വയർ ഫീറ്റ് 9,600 റുപ്യ. റഹമുറാഹിമീനായ അല്ലാഹ് ആ സഹോദരന്റെ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ ബാക്കി ലിസ്റ്റൊക്കെ നമ്മൾ അവസാനം വായിക്കും. കുറച്ച് ദിക്റും ചൊല്ലി യാസീൻ ഓതിയിട്ട് നമ്മൾ ദ്വാരക്കും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറേ വിഷയം നമുക്കിതിൽ പറയാൻ. ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് മനസ്സിലായല്ലോ, 2 ദിവസം പറഞ്ഞപ്പോ നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ഇതേപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇതിന്റെ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു, ഖുർആനിലെല്ലാം ഉണ്ട്. എല്ലാം പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ ചിലത് അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ചിലത് അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ചിലത് അല്ലാഹു സൂചന കൊടുത്തിട്ടേ ഉള്ളൂ. ഒന്ന് പരതിയാൽ, അള്ളാന്റെ സഹായം കൂടി കിട്ടിയ ഒരു പരിധി വരെ നമുക്ക് തന്നെ അള്ളാഹു മനസ്സിലാക്കി തരാനുള്ള മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള കഴിവ് തരും. മഹാരഥന്മാരായ ആളുകൾ പറഞ്ഞത് ഒന്നുകൂടെ ഗഹനമായി നമ്മൾ പഠിച്ചാൽ, അള്ളാഹുവിന്റെ ഔദാര്യം കൂടെ ഉണ്ടായാൽ നമുക്കൊരു വെളിച്ചമായി ഖുർആൻ മാറും. അതാണ് ഖുർആൻ നൂർ എന്ന് പലപ്പോഴും പറഞ്ഞത്. ഖുർആൻ നൂറാണ്, ഫുൾ നൂറാണ്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടു പോയാൽ അത് ഞാൻ തെരയുന്നത് ഖുർആനിലായിരിക്കും. എന്റെ ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടു പോയാൽ എവിടെ തെരയാ? വയലിലല്ലേ തരണ്ടേ? ഒട്ടകത്തെ കെട്ടിയിടത്താണല്ലോ തെരയേണ്ടത്. എന്റെ ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടു പോയാൽ പോലും ഞാനത് തെരയുന്നത് വിശുദ്ധമായ ഖുർആനിലായിരിക്കുമെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതാണ് ഖുർആൻ. അപ്പൊ നമ്മൾ ഇന്ന് അവസാനത്തെ ദിവസം ആയതുകൊണ്ട് ഇതൊരു വഖഫിൽ കൊണ്ടുപോയി വെക്കും ചെയ്യണല്ലോ. അതുകൊണ്ട് സ്പീഡിൽ പോകും, ഒരു 280 സ്പീഡിൽ പോകും ഇന്ന്. അപ്പോ നമ്മൾ നേരെ പറഞ്ഞ അതിന്റെ ആശയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് സമാപിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇനി ബാക്കിയേ പറയുന്നുള്ളൂ, ഇന്നലത്തെ ഒന്നും നമ്മൾ ഓതുന്നില്ല. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. വൽ ആഖിറതു എന്ന് പറഞ്ഞാൽ മതി. വൽ ആഖിറതു പരലോകം, ഖൈറുൽ ലക ഹബീബായ നബിയെ നിങ്ങൾക്ക് അതാണ് നല്ലത്, മിനൽ ഊല ദുന്യാവിനേക്കാൾ. അങ്ങനെ പറഞ്ഞാ മതി. വൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. എന്നവിടെ പറഞ്ഞ അങ്ങനെയല്ല അല്ലാഹു. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. വലൽ ആഖിറ ആഖിറം തന്നെയാണ് നബി. അങ്ങനെ അതിന്റെ അർത്ഥം. ഈ ശരിക്കുള്ള അതിന്റെ ആ ശക്തിയൊന്നും നമുക്ക് ഈ ഭാഷയിൽ പറയാൻ കഴിയില്ല. ഈ ഭാഷ അപര്യാപ്തമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിന്റെ ഭാഷ, ആ പരിശുദ്ധമായ കലാമിന്റെ ആശയങ്ങൾ
പൂർണ്ണമായി പരിഭാഷപ്പെടുത്താൻ പറ്റാവുന്ന ഭാഷ ആകാശത്തിന് ചുവട്ടിലില്ല. ആകാശത്തിന് ചുവട്ടിൽ ഇല്ലേ ഇല്ല. വലൽ ആഖിറതു, ആഖിറം തന്നെയാണ് നബിയേ, പരലോകം തന്നെയാണ് യാ റസൂലല്ലാഹ്. ഖൈറുൽ ലക മിനൽ ഊല, ദുനിയാവിനേക്കാളും അങ്ങേക്ക് നല്ലത് നബിയേ. നീ ശ്രദ്ധിക്കണം, ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വേഗം പോകും. ഒരർത്ഥം അങ്ങനെയാണ്. ഈ നേരത്തെ ആ വള തന്ന കൂട്ടത്തിൽ ആ സഹോദരിക്ക് അള്ളാന്റെ ക്യാമ്പൊന്ന് കാണണം, പുണ്യ നബി തങ്ങളുടെ അടുത്തൊന്ന് പോകാൻ, അതൊക്കെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ചില അഭിലാഷങ്ങളാണ്. പരിശുദ്ധമായ കാബ കാണുമ്പോൾ ഓരോ വർഷം നമ്മളെ കൂടെ അങ്ങനെ കുറെ ആൾക്കാർ വരുമ്പോഴേ കാബ അതാന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ കരഞ്ഞ് 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 കവിളിലൂടെ കണ്ണുനീരൊഴുക്കുന്ന എത്രയോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ റൗളാ ഷരീഫിന്റെ കപ്പച്ചക്കുബ്ബയദാ എന്ന് പറയുമ്പോൾ തേങ്ങി തേങ്ങി കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ തവണയും പോകുമ്പോൾ 200, 300, 400 ഒക്കെ ഉള്ള കൂട്ടത്തിൽ തേങ്ങി തേങ്ങി കരയുന്നവർ. അത് ഖൽബുമായി ബന്ധപ്പെട്ടതാണ്. പടച്ചോനെ, കയ്യിലുള്ള ഏറ്റവും ഭാരമുള്ള ഒരു സ്വർണത്തിന്റെ വളടിച്ചു തന്നിട്ട് നിന്റെ കാബ കാണണമെന്ന് ആ സഹോദരി ആഗ്രഹിച്ചെങ്കിൽ, നിന്റെ മുത്തുനബിന്റെ മദീനത്തൊന്നെത്തണം എന്ന് ആ പൊന്ന പെങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ, അല്ലാഹുവേ നീ അതിനു മുമ്പിൽ തടസ്സം നിൽക്കരുത് റബ്ബേ. അല്ലാഹുവേ ഇതിനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ആ കുഞ്ഞു പെങ്ങളെ അല്ലാഹുവേ, ആ സഹോദരി നീ നിരാശപ്പെടുത്തല്ല റബ്ബേ. ചെയ്ത ദാനത്തിന്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതും കൂടെ എന്തേലും ഒന്ന് വിട്ടുപോയത് ഞാനാലും ഉണ്ടാവുക, ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഞാൻ എല്ലാവരോടും പറയാം, അവസാനമാകുമ്പോൾ എല്ലാം കൂടി വായിച്ച് ദ്വാരക്കുമ്പോ എല്ലാം ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു ഖൈറാക്കി തരട്ടെ. ഫവലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, പരലോകം തന്നെയാണ് നബിയേ ഇഹലോകത്തെക്കാളും അങ്ങേക്ക് നല്ലത് യാ റസൂലല്ലാഹ്. അപ്പോൾ ഒരർത്ഥം അങ്ങനെയാണ്. ഫഇന്നമാ ലക ഇൻദല്ലാഹി ഫിൽ ആഖിറ, ആഖിറത്തിൽ അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹു അങ്ങേക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അതാണ് ഖൈറുൻ വ അഫ്ളൽ, അതാണ് ഏറ്റവും നല്ലത്. മിമ്മാ ലക ഫിദ്ദുനിയാ, ദുനിയാവിൽ അങ്ങേക്കുള്ളതിനേക്കാളും നല്ലത് ആഖിറത്തിലുള്ളതാണ് നബിയേ. എന്താണ് എന്ന് നമ്മൾ പറയൂട്ടോ. അപ്പൊ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഒരർത്ഥം അങ്ങനെയാണ്. അടുത്തർത്ഥം എങ്ങനെയാണ്? വലൽ ആഖിറ, ഇനി വരാനുള്ള കാലഘട്ടം ഖൈറുൽ ലക മിനൽ ഊല, അങ്ങയുടെ പ്രബോധന കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തെക്കാൾ നല്ലതാണ് നബിയേ. തിരിഞ്ഞില്ല. ഇനി വരാനുള്ള കാലഘട്ടം അങ്ങയുടെ പ്രബോധന രീതിയിലെ ആദ്യ കാലഘട്ടത്തെക്കാളും നല്ലതാണ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ആദ്യമുള്ള ഈ ഘട്ടത്തിലെ പ്രയാസങ്ങളൊന്നും അവസാന ഘട്ടത്തിൽ ഉണ്ടാവില്ല നബിയെ. ആദ്യ ഘട്ടത്തിൽ കുറച്ച് പ്രയാസം അങ്ങ് തരണം ചെയ്യേണ്ടി വരും യാ റസൂലല്ലാഹ്. എപ്പോഴാണ് സൂറത്തുൽ ദുഹ ഇറങ്ങുന്നത്? നബുവത്തിന്റെ ആദ്യ വർഷങ്ങളിലാണ് സൂറത്തുൽ ദുഹ ഇറങ്ങുന്നത്. ഒരഭിപ്രായ പ്രകാരം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന 5 ആയത്തുകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഇറങ്ങിയത് പിന്നെ സൂറത്തുൽ ദുഹയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ പ്രബോധന കാലഘട്ടത്തിന്റെ ആദ്യം തന്നെ അള്ളാന്റെ ഹബീബിനോട് പറയാം, ആമുഖമായി യാ റസൂലുള്ളാഹ് കുറെ പരീക്ഷണവും പ്രയാസങ്ങളും നേരിടേണ്ടി വരും, പിന്നെ അങ്ങേക്ക് വിജയവും എളുപ്പവും വരുന്നുണ്ട് എന്ന് അള്ളാഹു സുന്ദരമായ വാഗ്ദാനം നൽകുകയാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇതിൽ ഒന്നാമത്തെ ഭാഗം ഏതാ? ഇത് മാത്രമേ നമ്മൾ പറയുള്ളൂ ആ ആയത്തിൽ. അതിന്റെ അപ്പുറപ്പുറം ഒന്നും പറയില്ല. പിന്നെ തൊട്ടടുത്ത ആയത്തിലേക്ക് പോകും. വേഗം വേഗം പോയി എന്ന് നമ്മൾ അവസാനിപ്പിക്കും. വലൽ ആഖിറ, പരലോകം തന്നെയാണ് നബിയേ ഖൈറുൽ ലക, അങ്ങേക്ക് ഏറ്റവും നല്ലത്. മിനൽ ഊല, ദുനിയാവിനേക്കാളും അങ്ങേക്ക് നല്ലത് പരലോകമാണ് യാ റസൂലല്ലാഹ്. എന്തുകൊണ്ട്? ലിഅന്നഹു ഇന്നക ഫിദ്ദുനിയ അലാ ഖൈർ, നബിയേ, ഹബീബായ നബിയേ, അങ്ങ് ദുനിയാവിൽ ഖൈറിൽ തന്നെയാണ്, നന്മയിൽ തന്നെയാണ്. ലിഅന്നക തഫ്അലു ഫീഹാ മാ തുരീദ്, ദുനിയാവിൽ അങ്ങ് ചെയ്യുന്നത് അങ്ങ് ഉദ്ദേശിക്കുന്നതാണ്. അല്ലേ? അങ്ങയുടെ വീട് അത് അങ്ങ് ഉദ്ദേശിക്കുന്ന കോലത്തിൽ ഒരു ചെറിയ വീട്, അങ്ങയുടെ സൗകര്യങ്ങൾ അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചെറിയ സൗകര്യം. എന്നാൽ വലാകിന്നൽ ആഖിറ ഖൈറുൽ ലക, ഈ ദുനിയാവിനേക്കാളും അങ്ങേക്ക് നല്ലത് ആഖിറമാണ്. എന്തുകൊണ്ട്?
ലിഅന്നാ നഫ്അലു ഫീഹാ മാ നുരീദ്. ആഖിറത്തിൽ അങ്ങേക്ക് വേണ്ടി സൗകര്യം ഒരുക്കുന്ന ആൾ നിങ്ങളല്ല, ഞാനാണ് നബിയെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അങ്ങേക്കുള്ള സൗകര്യമൊക്കെ അങ്ങ് തീരുമാനിക്കണം. എന്റെ വീട് എത്രയാവണം അങ്ങ് തീരുമാനിച്ചതാണ്. എന്റെ വീടിന്റെ വിശാലത എത്ര വേണം അങ്ങ് തീരുമാനിച്ചതാണ്. അങ്ങ് കിടക്കുന്ന കട്ടിലിന്റെ സൗകര്യം എങ്ങനെയാവണം അങ്ങ് തീരുമാനിച്ചതാണ്. എല്ലാം അങ്ങനെയാണ്. ഈ ദുന്യാവിൽ സൗകര്യങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ്. എന്നാൽ ഹബീബായ നബിയേ, സ്വർഗത്തിൽ അങ്ങേക്ക് വേണ്ടി സ്വർഗത്തെ അണിയിച്ചൊരുക്കുന്നത് രാജാതിരാജനായ അല്ലാഹുവാണ് നബിയേ. അതുകൊണ്ട് ഈ ദുന്യാവിലെ സൗകര്യങ്ങളെക്കാൾ വലിയ സൗകര്യങ്ങളാണ് അല്ലാഹു ആഖിറത്തിൽ അങ്ങേക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങ് ദുന്യാവിൽ ജീവിക്കലല്ല അങ്ങേക്ക് നല്ലത്, ആഖിറമാണ്. ദുന്യാവിലെ പ്രയാസങ്ങൾ അങ്ങേക്ക് പ്രയാസമായി തോന്നണ്ട, ആഖിറമാണ് നബിയെ അങ്ങേക്ക് നല്ലത്. ഒരർത്ഥം അങ്ങനെയാ, ഒന്ന് അങ്ങനെയാണ്. എന്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിക്ക് പരലോകമാണ് ദുന്യാവിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞത്? ഒന്നതാണ്. രണ്ടോ, അൽആഖിറതു ഖൈറുൽ ലക, പരലോകമാണ് നബി അങ്ങേക്ക് നല്ലത്. എന്തുകൊണ്ട്? ലിഅന്നഹു യജ്തമിഉ ഇൻദക ഉമ്മതുക, അങ്ങയുടെ സമുദായം മുഴുവൻ അങ്ങയുടെ ചുറ്റും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണല്ലോ നബിയെ മഹ്ശറ, പരലോകം. ഇവിടെ അങ്ങയുടെ സ്വഹാബത്തിനെ മാത്രമേ അങ്ങ് കണ്ടിട്ടുള്ളൂ. പുണ്യനബി ഒരിക്കൽ കരഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ ചൊല്ലണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കരഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീയിലാണ്, തന്റെ സ്വഹാബികളോട് കൂടെയാണ്. ജന്നത്തുൽ ബഖീയിൽ ഇങ്ങനെ നിൽക്കുകയാണ് റസൂലുള്ളാഹി. സ്വഹാബികളുണ്ട് ചുറ്റുഭാഗത്തും. പെട്ടെന്ന് കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, സ്വഹാബാ ലൗ റഅയ്തു ഇഖ്വാനനാ, ഞാൻ എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ. സ്വഹാബികളപ്പോ പറഞ്ഞു, നബിയേ അവലസ്നാ ഇഖ്വാനക, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? അപ്പൊ പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബ നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനിരിക്കുന്നവരാണ്. എന്നെയും നിങ്ങളെയൊക്കെ കണ്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് ജന്നത്തുൽ ബഖി എന്ന ഖബർസ്ഥാനിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സമാധാനം, ആ റസൂലിന്റെ മനസ്സമാധാനം ലഭിക്കുന്നത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് കരഞ്ഞില്ലേ? ജന്നത്തുൽ ബഖിയിൽ വെച്ച് അങ്ങയുടെ ഉമ്മത്തിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് കരഞ്ഞില്ലേ? ഹബീബായ നബിയേ, ദുന്യാവിൽ അങ്ങയുടെ ഉമ്മത്തിനെ മുഴുവൻ അങ്ങേക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറത്തിൽ അങ്ങയുടെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളെയും അങ്ങയുടെ ചുറ്റും ഞാൻ ഒരുമിച്ച് കൂട്ടും നബിയേ എന്ന് അല്ലാഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഒക്കെ പറഞ്ഞു. നിങ്ങൾ ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കണേ, ആരോടായി പറയണതൊക്കെ? അള്ളാഹിന്റെ ഹബീബിനോട്. ആരാ പറയണത്? അള്ളാഹു. ഒരു ചെറിയ ടെൻഷൻ പോലും ആ മുത്തനബിക്ക് വരാ എന്നത് അള്ളാഹുവിന് സഹിക്കാൻ കഴിയില്ല, പടച്ച റബ്ബിന് സഹിക്കാൻ പറ്റാവുന്നതല്ല. ഈ ഹബീബിനെ കുറിച്ച് പറയാൻ നിങ്ങളിമാതിരി ഒരാള്, നിങ്ങളെയും പോലെ ഒരാൾ, ഒരു സാധാരണക്കാരൻ, ബുദ്ധിയുള്ളവർക്ക് ഇങ്ങനെ പറയാൻ കഴിയാ? അള്ളാഹു ഈമാൻ സ്ഥിരപ്പെടുത്തി തരട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. പടച്ചോനെ, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോ നാട് വിട്ടതിനൊപ്പം ഈമാൻ വിട്ടുപോകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ഈമാൻ കൊള്ളയടിക്കപ്പെടുന്ന അവസ്ഥയും നീ വരുത്തല്ല അല്ലാ. അതുകൊണ്ട് നബി അങ്ങയുടെ ഉമ്മത്ത് അങ്ങയുടെ ചുറ്റും ഒരുമിച്ച് കൂടും. ഇതിൽ ഉമ്മത്തുകല്ല ഉലാദി, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്ത് റസൂലുള്ളാഹിക്ക് സ്വന്തം മക്കളെ പോലെയാണ്. നമ്മളൊക്കെ റസൂലുള്ളാഹിക്ക് മക്കളെ പോലെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ മങ്കൂസ് മൗലിദിൽ പാടിയിട്ടില്ലേ, അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി മുഅലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി.
അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മളൊക്കെ മക്കളെ പോലെ, അതാണ് ഇതിലെ പറഞ്ഞത്. അപ്പൊ തിരിച്ച് നമ്മളെ നമ്മൾ റസൂലുള്ളാഹിന്റെ മക്കളെങ്കിൽ പിന്നെ പറയാ ഹബീബായ നബിയെ അങ്ങ് ഞങ്ങളുടെ പിതാവാണോ അതോ ഉമ്മയാണോ? കാരണം സ്നേഹം കൊണ്ട് ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ പേരിൽ ഞങ്ങൾ കാണാത്ത സ്നേഹമാണ് നബിയെ അങ്ങയിൽ ഞങ്ങൾ കാണുന്നത് എന്ന് പാടിയതും ഈ യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ അത് പാടിയോൻ എങ്ങനെ മുശ്രിക്കുക? വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. എന്തുകൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുനിയാവിനേക്കാളും നല്ലത് പരലോകമായത്? അല്ലാഹ് പറഞ്ഞു കൊടുത്താണല്ലോ ദുനിയാവിനേക്കാളും നല്ലത് അങ്ങേക്ക് പരലോകമാണ് നബി. എന്തുകൊണ്ട്? അൽആഖിറതു ഖൈറുൽ ലക ലിഅന്നക ഇസ്തറൈതഹാ. ആഖിറമാണ് അങ്ങേക്ക് നല്ലത്, കാരണം ആഖിറത്തിനെ അങ്ങ് വില കൊടുത്തു വാങ്ങിയതാണ്. ശ്രദ്ധിക്കണം, ആഖിറത്തെ അങ്ങ് വില കൊടുത്തു വാങ്ങിയതാണ്. ഇന്നല്ലാഹ ഇസ്തറ മിനൽ മുഅ്മിനീന, നമ്മൾ ഉസ്താദേ ഇന്നല്ലാഹ ഇസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അങ്ങനല്ലേ ഉസ്താദ്? അല്ലേ? ഇന്നല്ലാഹ ഇസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്തറ മിനൽ മുഅ്മിനീൻ. അങ്ങനെ ഖുർആൻ പറഞ്ഞു മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു വാങ്ങിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഇതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഇസ്തറ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു വാങ്ങിയിരിക്കുകയാണ്. അംവാലഹും വഅൻഫുസഹും, അവരുടെ ശരീരങ്ങളെയും അവരുടെ സ്വത്തും അല്ലാഹു വാങ്ങിച്ചിരിക്കുകയാണ്. ബിഅന്ന ലഹുമുൽ ജന്ന, അതിന് പകരം അല്ലാഹുർക്ക് കൊടുക്കുന്നത് സ്വർഗമാണ്. അതിന് അല്ലാഹു പകരം കൊടുക്കുന്ന സ്വർഗമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, 1000 സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ കഴിയുന്ന ആളാ ഓൻ 1 സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ സ്വർഗത്തിന്റെ വില ആവും. ഞാൻ ഇതിനു വേണ്ടി പറയില്ല കേട്ടോ, നിങ്ങൾ ഇതിന് കൊടുക്കണമെന്നല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുക പറഞ്ഞ, കാരണം സാഹചര്യം സന്ദർഭം അങ്ങനെയല്ലോ. 1000 സ്ക്വയർ ഫീറ്റ് ഒരു നന്മക്ക് കൊടുക്കാൻ കഴിയുന്ന ആളാണ്. 10 ലക്ഷം ഒരു നന്മക്ക് കൊടുക്കാൻ കഴിയുന്ന ആളാണ്. അയാൾ 10,000 കൊടുത്തു. ഉസ്താദ് ചിലപ്പോൾ വെൽങ്ങനെ ദ്വാരക്കും, കാരണം 10,000 വേറെ സദസ്സിൽ വന്നിട്ടില്ല. പക്ഷെ അത് സ്വർഗത്തിന് പകരാവും. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു മുഅ്മിനീങ്ങളിൽ നിന്നവരുടെ ശരീരം ഇങ്ങ് വാങ്ങിച്ചിരിക്കുകയാണ്. അതെങ്ങനെ? ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അവരാരാണ്? സ്വന്തം ശരീരം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊണ്ടുപോയി ബലി കഴിച്ച ശുഹദാക്കളാണവർ. അവർ സ്വന്തം ശരീരം ആർക്ക് കൊടുത്തു? അല്ലാഹു കൊടുത്തു. വേറെ ചില മഹാബുദ്ധികളുണ്ട്, അവർ അവരുടെ ശരീരം കൊടുത്തതാർക്കാ? പ്രേമിച്ച പെണ്ണിനാണ്. ഓലെന്തായി? പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ കഴിയില്ലാന്ന് തോന്നിയപ്പോ. വേറെ ചില ആളുകളുണ്ട്, അവർ മഹാവിദ്ധികളാണ്. അവരവരുടെ ശരീരം നൽകിയത്, അവരവരുടെ ശരീരവും ജീവനും കൊടുത്തത് പ്രേമിച്ച ഭർത്താവിനാണ്. രണ്ടുപേർക്കും പ്രേമിച്ച ഭർത്താവിനെന്ന് പറയാൻ പറ്റൂല, ഭർത്താവിനെ പ്രേമിക്കുന്നതാണല്ലോ. പ്രേമിച്ച എന്താ പറയല്? കാമുകന് വേണ്ടിയാണ് കൊടുത്തത്. ചിലപ്പോ ഈ മലയാളം കിട്ടൂല, നമ്മൾ മലയാളികളാണെങ്കിലും കാമുകന് വേണ്ടിയാ കൊടുത്തത്. എന്തേ? ചില ആളുകൾ ആത്മഹത്യ ചെയ്തത് ആ വിഷയത്തിലാണ്. വല്ല എന്നാൽ അള്ളാഹു ശരീരം വാങ്ങിയ ആളുകളുണ്ട്, അവർ അള്ളാഹ്ക്ക് ആ ശരീരം വിറ്റു. ഇതൊരു പ്രയോഗം, അള്ളാഹ്ക്ക് വിറ്റു. ഇന്നലെ ഈ സദസ്സിൽ ഒരു സഹോദരൻ ദ്വാരക്കാൻ ഏൽപ്പിച്ചല്ലേ ഷഹീദായി മരിക്കണമെന്ന്. ഞാൻ വിചാരിക്കാം ഇന്നത്തെ വേല എങ്ങനെ അയാൾക്ക് ഇന്നലെ മനസ്സിലായി. ശരീരം അള്ളാഹു വാങ്ങിച്ചു, അതിന് പകരം അള്ളാഹു സ്വർഗ കൊടുത്തത്. ശുഹദാഇന്റെ പ്രതിഫലം എന്താണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് കടന്നിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, അത് ശുഹദാ. ഓൽക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കിട്ടുമ്പോൾ പറയും, റബ്ബേ ഭൂമിയിലേക്ക് ഒന്നുകൂടെ ഞങ്ങളെ മടക്കി തരണം, ഞങ്ങൾ ഒന്നുകൂടെ ഷഹീദായി വരാം. വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അല്ലാഹു റിദ്വാൻ അലൈഹിസ്സലാമിനോട് പറയും, സ്വർഗം കാക്കുന്ന മലക്കിനോട് പറയും, റിദ്വാനെ സ്വർഗമൊക്കെ ഒരുക്കി വെച്ചോളൂ, എന്റെ അടിമകൾ വരാൻ സമയമായി. റിദ്വാൻ അലൈഹിസ്സലാമും മലക്കുകളും സ്വർഗ്ഗക്കന്നെ റെഡിയാക്കുന്ന സമയത്ത് കുറെ ആളുകൾ സ്വർഗത്തിൽ നിങ്ങളാരാ? അവർ പറയും, നഹ്നു മുഹമ്മദീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. മലക്കുകൾ ചോദിക്കും, വിചാരണ നടന്നോ? ഇവർ പറയും, വിചാരണ
വിചാരണ ക്യാ ഹേ, വിചാരണ എന്താണ്? മലക്കുകൾ ചോദിക്കും, വിചാരണ കഴിഞ്ഞിട്ടില്ലേ? വിചാരണ എന്താ മനസ്സിലായിട്ടില്ലല്ലോ. അങ്ങനെ ഒന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ. വിചാരണക്ക് വിധേയമാകാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർഗത്തിലെത്തിയത്? അവരോട് മലക്കുകൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ വിചാരണ ആവശ്യമില്ലാത്തവരാണ്. ഞങ്ങൾക്ക് അല്ലാഹു തന്ന ജീവൻ റബ്ബിനായി തിരിച്ചു കൊടുത്തവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആദ്യ തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണപ്പോൾ അല്ലാഹു ഞങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുകയാണ്. ശുഹദാക്കളാണ് ഞങ്ങൾ. ആർക്കും കൊടുക്കാത്ത അംഗീകാരം അല്ലാഹു ചോദിച്ചത്. അപ്പൊ മുഅ്മിനെ ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ആഖിറം വില കൊടുത്തു വാങ്ങിയിരിക്കുകയാണ് നബിയെ. അപ്പൊ റസൂലുള്ളാഹി ഷഹീദായോ? ആ ഷഹീദിന്റെ പ്രതിഫലം റസൂലുള്ളാഹിക്ക് കിട്ടാനായിരുന്നു ഖൈബറിന്റെ രണാങ്കണത്തിൽ, ഖൈബർ യുദ്ധഘട്ടത്തിലായിരുന്നല്ലോ ഒരു ജൂതയായ പെണ്ണ് റസൂലുള്ളാഹിനെ സൽക്കരിച്ചത്. ജൂതയായ ഒരു പെണ്ണ്, നിങ്ങൾ ആലോചിക്കണം, ഈ വർഗീയതയും ഒച്ചമ്പുളി ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ? ഒച്ചമ്പുള്ളി നായക്കുണ്ടാക്കുന്ന മനുഷ്യന്മാര്. ജൂതയായ ഒരു പെണ്ണ് റസൂലുള്ളാഹിനെ സൽക്കരിച്ചു. എപ്പോ? കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധത്തിന്റെ ഘട്ടത്തിലാണ്. അപ്പോഴും റസൂലുള്ളാഹി ക്ഷണം സ്വീകരിച്ചു. ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യത്വമാണ് ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനത്തിന്റെ മുഖമുദ്ര. സ്വീകരിച്ചു. അവിടെ പോയി സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പെണ്ണ് വഞ്ചിക്കുകയായിരുന്നു പുണ്യനബിയെ. പെണ്ണ് ചോദിച്ചു മനസ്സിലാക്കി, റസൂലുള്ളാഹിക്ക് മാംസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അപ്പൊ മനസ്സിലായി, ആടിന്റെ കുറുകാണ്. കുറുക് എന്ന് പറഞ്ഞാൽ ഈ കയ്യിന്റെ ഭാഗത്തുള്ള മാംസല്ലേ, അതാണ്. ഏതാ ടേസ്റ്റ്? ഏതാ ടേസ്റ്റ്? നമ്മക്കെല്ലാം കണക്കാണ്. നമ്മളൊക്കെ കൂടി വെട്ടിയിട്ട് ഒന്നായിട്ട് കൂട്ടല. അതിലേതാണ് കുറുക്, ഏതാണ് കുറു, ഏതാണ് അല്ലാത്തത്, ഏതാ കാല്, ഏതാ കൈ, ഏതാ തലച്ചോറ്, അല്ലാഹു അലം. ഒക്കെ കൂടി കൂട്ടല. ഗൾഫിൽ പോണ തീരണമെങ്കിൽ കൈ വേ, കാല് റേ, അല്ലേ? പിന്നെ ഹാർട്ട് വേ, അങ്ങനല്ലേ? ഒക്കെ വേറെ ഉണ്ടാകുക. ശരിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശുഹദാക്കൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പെണ്ണ് സൽക്കരിച്ചു. ഈ പെണ്ണ് ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ കുറുകാണ് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടം എന്ന് മനസ്സിലായി. അപ്പൊ ഈ പെണ്ണ് ആടിനറുത്ത് കുറുകെടുത്ത് ആ കുറുകിൽ നല്ല പോലെ വിഷം പുരട്ടി, എന്നിട്ട് നല്ല ഉഷാറായി ചുട്ടെടുത്തു. നല്ല ഉഷാറായി പൊരിച്ചെടുത്തു. മശ്വി പൊരിച്ചെടുത്ത് പുണ്യനബിയുടെ മുമ്പിൽ വെച്ചു. സ്വഹാബികളും റസൂലുള്ളാഹിയും ആ സദ്യയിലേക്ക് വന്നിരുന്നു. ഇരുന്ന പാടെ റസൂലുള്ളാഹി ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ചു. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ ആരും കഴിക്കണ്ട, ഇന്നഹാ മസ്മൂമ, അതിൽ വിഷം മൂട്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും അത് കഴിക്കരുത്, അതിൽ വിഷം മൂട്ടപ്പെട്ടിട്ടുണ്ട്. പുണ്യനബി കഴിച്ചു എന്നല്ലാതെ ഒന്നുമില്ല. സാധാരണ വിഷം കഴിച്ച ആള് മരിച്ചു. അപ്പൊ തന്നെ തിരിഞ്ഞില്ല, ഇത് സാധാരണ മനുഷ്യനല്ല. പിന്നെ ആ മാംസം കടിച്ചതിന്റെ പ്രയാസം റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ടത് റസൂലുള്ളാഹിന്റെ വഫാത്തിനോട് അനുബന്ധമായി പനി പിടിപെട്ടപ്പോഴാണ്. മഹാന്മാർ പറയാണ്, ഷഹീദിന്റെ പ്രതിഫലം റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്. ആ പ്രയാസവും വേദനയും മരണത്തോടനുബന്ധമായി അള്ളാഹു കൊടുത്തത് റസൂലുള്ളാഹിക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കാനാണ്. അപ്പൊ റസൂലുള്ളാഹിയും ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. ഹബീബായ നബിയെ, ആഖിറമാണ് അങ്ങേക്ക് നല്ലത്. കാരണം ആഖിറം അങ്ങ് വില കൊടുത്തു വാങ്ങിയതാണ്, അല്ലേ? ഈമാന്, സൽക്കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് വില കൊടുത്തിട്ടാണ് ആഖിറം അങ്ങ് വാങ്ങിയത്. ദുന്യാവോ അല്ലാഹു ഓശാരായി തന്നതാണ്. വില കൊടുത്തതാണോ? വില കൊടുത്തതാണോ? മിണ്ടാത്തെ, വില കൊടുത്തതാണോ? നമ്മൾ വാങ്ങിയ 10 സെന്റ് കൊടുത്തിട്ടുണ്ടാവും. അത് വില നമ്മൾ കൊടുത്തു. അത് ശരിയാ. നമ്മൾ ഉണ്ടാക്കി അധ്വാനിച്ച പൈസ കൊണ്ട്. ഈ പൈസ ഉണ്ടാക്കാൻ, അധ്വാനിക്കാൻ ആവശ്യമായ ആരോഗ്യം ആരാ തന്ന്? ഇല്യാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട് ഈ നാട്ടിൽ, നിങ്ങൾക്കറിയാലോ. ഇന്നലെ ഞാൻ പോയി കണ്ടു ആ ചെറുപ്പക്കാരനെ. ആ സഹോദരന്റെ സന്നിധിയിൽ ചെന്നപ്പോഴും സലാം ചൊല്ലിയപ്പോഴും ചിരിക്കുന്നുണ്ട്. ഒരടി പോലും നടക്കാൻ കഴിയില്ല, ഇരിക്കുക. ഞാൻ കഴിഞ്ഞ കൊല്ലം, എന്റെ മുമ്പത്തെ കൊല്ലം കണ്ടിരുന്നു. വാഹനത്തിൽ ഇവിടെ വന്നു ആ ചെറുപ്പക്കാരൻ. ആ സഹോദരൻ ഇന്നലെ ഇവിടെ വന്നു. ഞാൻ ഇന്നലെ അതിന് മുമ്പ് ഇവിടെ വന്നു. ഇന്നലെ ഞാൻ പോയി കണ്ടു. കൊണ്ടപ്പം അങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, ഇല്യാസ് ഭായി കാലനക്കാൻ പറ്റുമെന്ന്. ഒന്നുമില്ല, എടുത്തു വെക്കണം. ഒന്നും അറിയില്ല, ഇതുവരെ നടന്നിട്ടില്ല. അവരെ അങ്ങനെ ആക്കിയതാരാ? നമുക്ക് അധ്വാനിക്കാനുള്ള തന്റെ ഇടവും ബുദ്ധിയും ആരോഗ്യവും തന്നതാരാണ്? അല്ലാഹു തന്നതാണ്. അപ്പൊ ഒക്കെ അല്ലാഹു തന്നതാണ്. ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ വാങ്ങിയോ ഒക്കെ അല്ലാഹുവിന്റേതാണ്. നമ്മൾ വില കൊടുത്തു വാങ്ങുന്ന ഒന്ന് സ്വർഗമാണ്. ഹബീബായ നബിയേ,
അതുകൊണ്ട് ദുന്യാവ് അമ്മാഹാദിഹി ഫലൈസത്ത് മംലൂകതൻ ലക, ദുന്യാവ് അങ്ങേക്ക് ഉടമപ്പെട്ടതല്ല. കാരണം കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങ് അതൊക്കെ കൂടി ഇട്ടിട്ട് ഇവിടുന്ന് പോകും. പിന്നെ ശാശ്വതമായി അങ്ങ് ജീവിക്കേണ്ടത് അവിടെ. അപ്പൊ ആഖിറമാണ് അങ്ങേക്ക് ദുന്യാവിനേക്കാളും നല്ലത്. ഇത് ഈ ഉമ്മത്ത് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ സ്വത്തിന് വേണ്ടിയുള്ള അടിപിടി ഈ സമുദായത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ആഖിറമാണ് നബിയെ ദുന്യാവിനേക്കാളും അങ്ങക്ക് നല്ലത്. എന്തുകൊണ്ട്? അൽആഖിറതു ഖൈറുൽ ലക ലിഅന്ന ഫിദ്ദുനിയ അൽ കുഫാറു യതഅനൂനക, ഭൂമിയിൽ നബിയെ കുഫാറുകൾ അങ്ങേ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കല്ലേ. ഭൂമിയിൽ എന്നും അങ്ങേക്കൊരു ശല്യ, ടെൻഷനാണ്, പ്രയാസാണ്. എന്നാൽ വഫിൽ ആഖിറ, ആഖിറത്തിൽ ഹബീബായി നബിയെ അങ്ങേക്കൊരു ചെറു ടെൻഷൻ പോലുമില്ല. ഉമ്മതുക ശുഹദാഉൻ അലൽ ഉമൻ, അങ്ങയുടെ സമുദായം മറ്റു സമുദായങ്ങളുടെ മേൽ സാക്ഷി നിൽക്കുന്നതാ നബി അങ്ങ് കാണുക. ഇവിടെ അങ്ങയെ ശത്രുക്കൾ ഇങ്ങനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ, അവിടെ അങ്ങയെ ശല്യപ്പെടുത്തല്ല, അങ്ങയുടെ ഉമ്മത്ത് സന്തോഷിപ്പിക്കുന്ന രംഗം മാത്രമേ അങ്ങ് കാണുള്ളൂ. അപ്പൊ ദുന്യാവിനേക്കാളും നല്ലത് അങ്ങേക്ക് ആഖിറാണ്. ഇന്ന ഖൈറാത്തി ദുനിയ ഖലീലത്തുൻ മുൻഖതിയ, എന്തുകൊണ്ടാ റസൂലുള്ളാഹിക്ക് ആഖിറമാണ് ദുന്യാവിനേക്കാൾ നല്ലതെന്ന് പറയാനുള്ള അഞ്ചാമത്തെ കാരണം, ഇന്ന ഖൈറാത്തി ദുനിയ ഖലീല, ദുന്യാവിലെ ഖൈറുകളെല്ലാം നന്മകളെല്ലാം ചെറുതാൻ, മുൻഖതിയത്തുൻ വളരെ കുറച്ചാണ്. മുൻഖതിയത്തുൻ അതൊക്കെ മുറിഞ്ഞു പോവും ഇല്ലേ, മുറിഞ്ഞു പോലേ ഇല്ലേ, മുറിഞ്ഞു പോലെ. 35 വയസ്സുള്ള ആരോഗ്യം ഉണ്ടോ 60 വയസ്സാകുമ്പോ? ഉണ്ടോ? ഇല്ലാന്ന് മറുപടി പറഞ്ഞ് 25 വയസ്സാകാൻ തോന്നുന്നു. 35 വയസ്സുള്ള സമയത്തുള്ള ആരോഗ്യം ഉണ്ടാവോ 65-ാമത്തെ വയസ്സിൽ? ഉണ്ടാവോ ഇബ്രാഹിംജി? ഉണ്ടാവില്ല. ഇബ്രാഹിംജി പറയണ്ടേ, ഇബ്രാഹിംജിക്ക് 65 കഴിഞ്ഞോന്ന് അറിയില്ല, 60 എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല, ആര് 25 വയസ്സായി ഉണ്ടാവുള്ളൂ തോന്നണേ എനിക്ക് കാണുമ്പോ. അവല മറുപടി പറഞ്ഞു. അപ്പൊ ഇന്ന ഖൈറാത്തി ദുനിയ ഖലീല, ദുനിയാവിന്റെ ഖൈറുകൾ വളരെ അല്പമാണ്. മുൻഖതിഅത്തുൻ, അത് നിലച്ചു പോകുന്നതാണ്. വലദാത്തിൽ ആഖിറ, ആഖിറത്തിലെ സുഖങ്ങൾ കസീറത്തുൻ ഖാലിസ, അത് ധാരാളം സമയം നീണ്ടു നിൽക്കുന്നതാണ്, തനിമയുള്ളതുമാണ്. മാത്രല്ല സ്വർഗത്തിൽ പോയാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഹദീസിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ തോന്നിയാസം പറയാൻ തോന്നരുത് നിങ്ങൾക്ക്. സ്വർഗത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ച് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർ ഒരു തവണ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് യുഗങ്ങളോളം ആയിരിക്കും അതിന്റെ സമയം. എത്ര ദീർഘമായ നേരമായിരിക്കുന്ന. ദുന്യാവിലോ എല്ലാ വിഷയം നോക്കിയാലും ഖലീല, മുൻഖതിഅ ഒക്കെ ചെറുതും അറ്റുപോകുന്നതുമാണ്. ഹബീബായി നബിയെ ഏതു രീതിയിൽ ആലോചിച്ചാലും ദുന്യാവല്ല അങ്ങേക്ക് നൽകത് ആഖിറം തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനും അങ്ങനെ തന്നെയല്ലേ ആണ്. പക്ഷെ എന്റെ അത് അങ്ങനെ പറയാഞ്ഞേ, വലല്ലാഖിറതു ഖൈറുൽ ലക്കും, ആഖിറം തന്നെയാണ് നബിയെ അങ്ങയുടെ ഉമ്മത്തിനും നല്ലത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മക്കൊക്കെ നല്ലത് ആഖിറാന്ന് എന്തേ അവിടെ പറയാതിരുന്നത്? നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ തന്നെ ആഖിറം നല്ലതല്ലാത്തവരുണ്ടാകും. അതാരാ? ഭൂമിയിൽ തെറ്റു ചെയ്ത ആളുകളാണ്. അമ്മാമൻ തഗാ വആതറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. അമ്മാമൻ തഗാ, അതിക്രമങ്ങൾ പ്രവർത്തിക്കുകയും വആതറൽ ഹയാത്തദ് ദുനിയ, ഐഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്ത ആളുകൾ, ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, അങ്ങനെയുള്ള ആളുകൾക്ക് നരകമാണ് അവരുടെ അഭയകേന്ദ്രം. അപ്പൊ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ആഖിറ നല്ലതെന്ന് പറഞ്ഞ ഇവർക്ക് ആഖിറല്ലല്ലോ നല്ലത്. ആഖിറത്തിൽ വമ്പൻ ശിക്ഷയാണ് അവർക്ക് ആഖിറത്തിൽ വമ്പൻ ശിക്ഷ. അപ്പൊ പറഞ്ഞത് ശരിയാവുകയില്ല, പൂർണ്ണമായ അർത്ഥത്തിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഭാഗം വിട്ടുകളഞ്ഞത്. ഒന്നുകിൽ എന്നാ പിന്നെ വേറെ ചോദ്യമുണ്ട്, നബിയെ അങ്ങേക്കും മുഅ്മിനീങ്ങളായ അങ്ങയോട് വിശ്വസിച്ചവർക്കും മാത്രം ആഖിറം ഖൈറാണ് എന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ? അപ്പൊ എന്താവുന്നവര് തെറ്റു ചെയ്ത ആളുകൾക്ക് ടെൻഷൻ വരും. ആ ടെൻഷൻ വരുന്നതും അതേപോലെ തെറ്റു ചെയ്തു പോയ ആളുകളെ ഒരു വഷളാക്കലായി പോകുമോ എന്ന് തോന്നിയാണ് അള്ളാഹു അങ്ങനെ പറയാതിരുന്നത്. മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്താൻ തിരിഞ്ഞില്ല. നബിയെ അങ്ങേക്കും അങ്ങയെ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്ത മുഅ്മിനീങ്ങൾക്കും മാത്രം ആഖിറം ഖൈറാണ് എന്ന് പറഞ്ഞാൽ തെറ്റു ചെയ്ത ആളുകൾ ബേജാറായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മോശമാക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. തെറ്റ് ചെയ്തവരോട് അള്ളാഹിന്റെ നിലപാടെന്താ?
അള്ളാഹുവിന്റെ നിലപാടെന്താണ്? അള്ളാഹുവിന്റെ നിലപാടെന്താണ്? പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പാപങ്ങൾ ചെയ്തു പോയ ആളുകളെ, എന്റെ അടിമകളെ, ഉണ്ടോ, തെറ്റു ചെയ്ത ആളുകളോട് പോലും അല്ലാഹു പറഞ്ഞത് എന്റെ അടിമകളെ എന്നാണ്. അവരെ വഷളാക്കുക എന്നത് അല്ലാഹുവിന്റെ ലക്ഷ്യമല്ല. നാം മനുഷ്യന്മാരുടെ സ്വഭാവം നേരെ തിരിച്ചാണ് അല്ലേ? നല്ല സ്നേഹബന്ധത്തിലാണെങ്കിൽ അല്ലേ, ഭയങ്കര ബന്ധല്ലേ, ഒന്ന് തെറ്റിയാലോ പിന്നെ ഓനെ പറയാൻ ബാക്കിയുണ്ടാവില്ല. അത് സ്വന്തം കുടുംബമാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിൽ പോലും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി എന്ന് വെക്കുക, വളരെ മോശമാണത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയ ചില ആൾക്കാർ കാണാം, അതുവരെ നല്ല ബന്ധത്തിലായിരുന്നപ്പോ അറിയാത്ത എല്ലാ പുഴുക്കുത്തുകളും അവർ പിന്നീട് പുറത്തേക്ക് പറയും. ഓൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. നബിൻ എന്തുകൊണ്ടിടൂ നീ 6 കൊല്ല് പറയാതിരുന്ന്? ഇവളും പറയും അതേപോലെ, അവന്റെ വാപ്പ അങ്ങനെയാണ്, അവന്റെ ഉമ്മായുടെ പെരുമാറ്റം ഇങ്ങനെയാണ്. ഇത് മനുഷ്യ പ്രകൃതമാണ്. നോക്കുങ്ങള്, അള്ളാഹു തെറ്റു ചെയ്ത ആളുകൾക്കൊരു മാനസിക വിഷമം വരരുത് എന്ന് കരുതിയിട്ട് അവരെ മോശമാക്കരുത് എന്നു കരുതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായി റസൂലുള്ളാഹിന്റെ കാര്യം മാത്രം പറഞ്ഞവിടെ അവസാനിപ്പിച്ചതാണ്. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നമ്മളെ സ്വഭാവം നേരെ തിരിച്ചാണ് അല്ലേ? സ്ഥാനാർത്ഥിയായി നിന്ന് നോക്കണോ, അപ്പോഴാണ് ഉള്ള കുറ്റം ഇല്ലാത്ത കുറ്റമൊക്കെ കൂടി പുറത്തേക്ക് വരിക. ഇവന് സ്വപ്നത്തിൽ പോലും കണ്ട് കുറച്ചുകൂടി നിങ്ങൾ ഇരിക്കണ കസാല എടുത്തിട്ടേ കുറച്ചുകൂടി മുന്നോട്ട് വന്നിരിക്കാൻ, കുറച്ചുകൂടെ നമുക്ക് കുറച്ച് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും നാളെ പിന്നെ നമ്മൾ ഈ വിഷയം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഒന്ന് ഹൃദയത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഒരു മാറ്റം നമുക്ക് തരട്ടെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പോ പുണ്യ നബിയോട് അള്ളാഹു പറയണ ആഖിറമാണ് നബിയെ നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് അള്ളാഹു ഉമ്മത്തിനെ അവിടെ പറഞ്ഞില്ല? ഉമ്മത്തിനെ എല്ലാവർക്കും ആഖിറം ഖൈറാന്ന് പറഞ്ഞാല് അത് ശരിയാവൂല. കാരണം തെറ്റ് ചെയ്തവർക്ക് നരകണ്ട്. എന്നാ അവരെ ഒഴിവാക്കി പറഞ്ഞ ഈ തെറ്റ് ചെയ്തവർക്ക് ടെൻഷനാകുമോ എന്ന് കരുതിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം മിണ്ടിയതേ ഇല്ല. റസൂലുള്ളാഹിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് പോയി. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പൊക്കെ അയാളുള്ള കുറ്റം ഇല്ലാത്ത കുറ്റൂലേ. ഇവൻ എന്നെ മറന്നുപോയിന്. ഇവൻ സ്കൂളിൽ പഠിച്ച സമയത്ത്, കോളേജിൽ പഠിച്ച സമയത്ത് എന്തോന്ന് ചെയ്തത് ഓൻ തന്നെ മറന്നുപോയിന്. പക്ഷെ അതൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നു. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. അള്ളാന്റെ സ്വഭാവം എന്താ നിങ്ങള് അടിമ ചെയ്യുന്നതൊക്കെ മറച്ചു വെക്കല. നോക്ക് നിങ്ങൾ, കലീമുല്ലാഹി മൂസ, ഒരു സംഭവം ശ്രദ്ധിക്കണേ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴയില്ലാതെ വിഷമിച്ചപ്പോൾ മഴയ്ക്ക് വേണ്ടി ദുആയിരുന്നു, കരഞ്ഞു ദുആയിരുന്നു. അള്ളാഹു പറഞ്ഞു, മൂസാ നബി, ലാ ഉജീബുകും അദാമ ഫീകും സാഇം ബിൻ നമീമ. നിങ്ങളുടെ കൂട്ടത്തിൽ പരദൂഷണം പറയുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം തരൂല. മൂസാ നബി തന്റെ സമുദായത്തെ കൊണ്ടുപോയിട്ട് ഒരുമിച്ച് കൂട്ടി മഴയ്ക്ക് വേണ്ടി ദുആയിരുന്നപ്പോ അള്ളാഹു മൂസാ നബിനോട് പറഞ്ഞു, നിങ്ങളെ ദുആക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് ആമീൻ ചൊല്ലിയ കൂട്ടത്തില് പരദൂഷണം പറയുന്ന ആളുകളുണ്ട്, ഗീബത്തുമായി നടക്കുന്ന ആളുകൾ, നമീമത്തുമായി നടക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകില്ല മൂസാ നബിയെ എന്ന് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ഖാല മൂസ. അപ്പൊ മൂസാ നബി സാധാരണ വിമാനമാരിയല്ലോ, അള്ളാനെ കാണണമെന്ന് വാശി പിടിച്ചാളാണ്. അപ്പൊ അള്ളാനോട് ചോദിച്ചു, ഖാല മൻഹു, പഠിച്ചോൻ ആരാണത്, നല്ല പൊട്ടിച്ചു കൊടുക്കാലോ. മൂസാ നബി അപ്പാടെ കൈകാര്യം ചെയ്താളോ, ഖിബുദ്ദിയെ കൈകാര്യം ചെയ്തില്ലേ. മൂസാ നബി അങ്ങനെ, മൂസാ നബി അലൈഹി സ്വലാം ഭയങ്കര ഖലബ, ദേഷ്യം കൂടുതലാ മൂസാ നബിക്ക് അലൈഹിസ്സലാം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് എല്ലാരും നല്ല നല്ല സംഖ്യകൾ ഇടണം. എന്നോട് പിന്നെ ഒരാള് സംഘാടകൻ പറഞ്ഞത്, ബക്കറ്റൊക്കെ എണ്ണി തീരാൻ കുറേ സമയമെടുത്തു, വലിയ പൈസ ഉണ്ടാവുന്ന കരുതി. ഒക്കെ 10 നോട്ടുകളാണ്. 10 ബിൽ തന്നെ നമുക്ക്. എന്നാലും ഇന്നൊരു അവസാന തീസല്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞിട്ട് ഒന്ന് സഹകരിച്ചാൽ നമ്മളെ പരിപാടിന്റെ ചെലവൊക്കെ അതിൽ കിട്ടും നമ്മൾ വിചാരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഇന്നത്തോടു കൂടി പരിപാടിന്റെ ചെലവൊക്കെ കിട്ടിയാൽ നാളെ സെൻസാർ ഉത്സവം വരുമ്പോഴുള്ള ബക്കറ്റിന്റെ പൈസ നമുക്ക് ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് ബാക്കിയായി കിട്ടും. അള്ളാഹു ഖൈറാക്കി തരട്ടെ. മഹാനായ അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, മൻഹു, അള്ളാഹു ആരാണത്? ഖാല തആല, അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നി ഉബിഗ്ലുഹു ഫകൈഫ അഅമലു അമല. മൂസാ നബി, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ആരാണ് നമീമത്ത് പറഞ്ഞ് നടക്കണ ആള്? നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? ഞാനത് പറഞ്ഞു തരൂല. കാരണം നമീമത്ത് പറയാന്നുള്ളത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ എങ്ങനെ പറയാന്ന് വെച്ചു. തിരിഞ്ഞില്ല, മനസ്സിലായില്ല? ഞാൻ നിങ്ങൾക്ക് മഴ തരാതിരിക്കാൻ കാരണം എന്താ? ഗീബത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഞങ്ങൾ കൂട്ടത്തിലുണ്ട്. അപ്പൊ മൂസാ നബി ചോദിച്ചു, ആരാണത്? അപ്പൊ അള്ളാഹ് പറഞ്ഞു, മൂസാ നബി, ഗീബത്ത് പറയുന്ന ആൾക്കാരെ പണി എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉത്തരം തരാത്തതെന്ന്. അപ്പൊ ഞാൻ ആരാണത് നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഗീബത്ത് പറഞ്ഞ ആളാവൂലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തിരിച്ചു പറഞ്ഞു എന്നാണ്. കുറെ സമയം കഴിഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ അറിയിച്ചു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, ബിഅന്നഹു മാത, ആ ഗീബത്ത് പറയുന്ന ആൾ അങ്ങയുടെ കൂട്ടത്തിൽ സമുദായത്തിൽപ്പെട്ട ആൾ മരിച്ചിട്ടുണ്ട് മൂസാ നബി. വജനാസതുഹു ഫിൽ മുസല്ല, വജനാസതുഹു ഫിൽ മുസല്ല, അയാളുടെ ജനാസ നിസ്കരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ മൂസാ നബിക്ക് ഒരു പൂതി. ആരായിരുന്നു ഇയാളെന്ന് കാണാൻ ഒരു പൂതി. മൂസാ നബി ധൃതിയിൽ നടന്നുപോയി. ജനാസ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് പോയി നോക്കി. ജനാസ വെക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോ 70 ജനാസ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഈ ജനാസയിൽ ഇനി പറഞ്ഞു തന്നുകൂടെ റബ്ബേ, ആരാണത് എന്ന് പറഞ്ഞു തരാമോ? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മൂസാ നബി, മരിച്ചാലും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഗീബത്ത്. ആള് മരിച്ചാലും ഞാൻ ഗീബത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞാൽ പൊരുത്തപ്പെടിപ്പിക്കാം, മരിച്ചാ പറഞ്ഞാൽ പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയില്ല. കണ്ടോ, നമ്മളേന്നല്ല പൊതുവെ സമൂഹത്തിന്റെ ഇതെന്താന്ന് വെച്ചാൽ, ഒരാളെടുത്തൊരു ചെറുതുണ്ടെങ്കിൽ അതൊരു 100% കൂട്ടിയിട്ട് പെരുപ്പിക്കുക എന്ന ദുസ്വഭാവം സമൂഹത്തിലുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ദോഷം ചെയ്തവന് ടെൻഷൻ ആവും തോന്നിയതുകൊണ്ട് അല്ലാഹു എന്ന് പറഞ്ഞത് ലഘുമെന്നോ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെന്നോ എടുത്തു പറയാതിരുന്നത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരുണയുള്ളവനാണ്. റബ്ബിന്റെ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലും ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി വേറെ പ്രധാനമായൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. വലല്ലാഖിറതു, പരലോകം തന്നെയാണ് ഖൈറുൽ ലക മിനൽ ഊല, ദുനിയാവിനേക്കാളും അങ്ങേക്ക് നല്ലത് പരലോകം തന്നെയാണ് നബിയേ. എല്ലാവർക്കും അങ്ങനെയാണ്. ഭൂമിയേക്കാളും നല്ലത് പരലോകാണ്. എന്തുകൊണ്ട്? ശ്രദ്ധിച്ചോളൂ, നമുക്കൊക്കെ അങ്ങനെയാണ്. എന്തുകൊണ്ട് വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. ആഖിറത്തിലെ ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം, ദുനിയാവിലെ ജീവിതമല്ല. ദുനിയാവിൽ ഒരു 10, 50, 60, 70, 80 മാക്സിമം പോയാ മാക്സിമം പോയാൽ 119. 110 ഒക്കെ ഉണ്ട്. 120 വരെ പോവാന്ന്. 120. ആ 120ന്റെ കഥ എന്താ? അതിൽ ആകെ ഉഷാറുള്ള കാലം എന്ന് പറഞ്ഞാൽ ആ കുതിര കൊടുത്ത കാലാണ്. ആദ്യത്തെ 30 കുതിര കൊടുത്തു എന്നുള്ളൊരു കഥയിൽ പറഞ്ഞു. കുതിര കൊടുത്തത് കുതിരന്റെ മാതിരിയാണ്. രണ്ടാമത്തെ 30 to 60 വരെ കഴുതന്റെ മാതിരിയാ മനുഷ്യൻ. എന്താ? കഴുത ഭാരം ചുമക്കുന്ന ആളാണ് കഴുത. അതേപോലെ ഭാരം ചുമക്കല. ഭാര്യ, മക്കൾ, വീട്, വിദ്യാഭ്യാസം, വസ്ത്രം, ഭക്ഷണം, ചികിത്സ, വിവാഹം, പ്രസവിക്കൽ, പേറ്റിന് കൂട്ടിക്കൊണ്ടുപോകൽ, പിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരല്, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകല്, എന്തൊക്കെ ചെലവാ. 30 to 60 വരെ ഭാരങ്ങൾ ചുമക്കുകയാണ്. 60 to 80 വരെ നായന്റെ മാതിരിയാണെന്ന്. നായന്റെ പണി എന്താ? കാവൽ കിടക്കുക. 60 കഴിഞ്ഞാൽ പിന്നെ കാവൽ കിടക്കാൻ തന്നെ പറ്റുള്ളൂ. ഞാൻ എൻ്റെ പള്ളിയിൽ ഒരു മനുഷ്യനെ കണ്ടു. അയാളെ സാധാരണ സുബഹിക്ക് കാണാറില്ല. കുറച്ച് മുമ്പാ ഞാനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ഇവിടെ കുറെ ദിവസമായാലും കാണുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ, നിങ്ങൾ ഈ പള്ളിന്റെ അടുത്തുള്ള ഇന്നാലിന്റെ വീട്ടുകാരൻ്റെ പുതിയാപ്പിള, എൻ്റെ മോളെ അയാളെ കല്യാണം കഴിച്ചു, നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ചു. എൻ്റെ മോളെ വീടാണ്. അപ്പൊ ഇതുവരെ പുതിയാപ്പിള ഉണ്ടായിരുന്നു. മൂപ്പര് കഴിഞ്ഞ ആഴ്ച പോയപ്പോ പിന്നെ ഞാനിവിടെ കാവലെടുക്കാൻ വരികയാണ്. അങ്ങനെ എന്നെ മൂപ്പര് പറഞ്ഞു, കാവൽ കിടക്കാൻ. ഞാൻ മനസ്സിൽ ചിരിച്ചു പോയി അയാളെ പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യ ഒറ്റക്കാണ് അവിടെ എന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞല്ല, ഭാര്യ മറ്റേ മോളെ പുതിയാപ്പിള അവിടെ ഇല്ലേ, ഓളെ അവിടെയും കാവലെടുക്കുകയാണ്. 60 കഴിഞ്ഞാൽ പിന്നെ കാവൽ എടുക്കാനില്ല, ഒന്നിനും പറ്റൂല. ഈ 120ന്റെ കഥയപ്പോ ഞാൻ പറഞ്ഞത്. കാവൽ കിടക്കുന്ന നായനെ ശ്രദ്ധിച്ച ഞങ്ങള്.
രാത്രി ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും കുഴക്കും. പ്രായമായുള്ള സ്ഥിതി എന്താ? രാത്രി ചുമേ. പുതിയാപ്പിള പറയും, എൻ്റെ വാപ്പ ചുമച്ചിട്ട് മനുഷ്യന് ഉറങ്ങാൻ യാതൊരു നിർവാഹമില്ലല്ലോ. നിങ്ങൾ ആലോചിക്കണേ. അല്ലാഹുവേ, മക്കൾക്ക് ശല്യമാകുന്നൊരവസ്ഥ വരെ ഞങ്ങൾ ചിന്തിക്കരുത് റബ്ബേ. അവർക്ക് ആമീൻ പറയും. അല്ലാഹു ചിന്തിക്കല്ല റബ്ബേ. അല്ലാഹുവേ, വെറുതെ സദനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകപ്പെടുന്നൊരവസ്ഥയും നീ വരുത്തല്ല അല്ലാ, നീ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അതാണ് പോയി 80 കഴിഞ്ഞാൽ പിന്നെ 90 വരെ മനുഷ്യന്റെ സ്ഥിതി എന്താന്ന് വെച്ചാല്, ഈ മനുഷ്യന് പ്രായമാണ് സമയത്തുള്ളൊരു പൂതിയാ പാർക്കാൻ പോവാ. മൂത്ത മോളെടുത്ത്, രണ്ടാമത്തെ മോളെടുത്ത്, മൂന്നാമത്തെ മോളെടുത്ത്. മക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം വാപ്പ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വാപ്പാനെ വലിയ താല്പര്യമൊന്നുമില്ല. മൂത്ത മോൻ്റെ അടുത്ത് 5 ദിവസം നിൽക്കാൻ വരാന്ന് പറയുമ്പോൾ ഓന്, വാപ്പേ ഞാനിപ്പോ ഈ ആഴ്ച ഫുള്ളായിട്ട് ഉണ്ടാവില്ലല്ലോ. ഏടെ ഫുള്ളായിട്ട് ഉണ്ടാവില്ല. ഓ വാപ്പ വേഗം പെടുന്ന് പോയി കിട്ടണം, അതാ അവന്റെ വിചാരം. പഠിച്ചോനെ, ദുന്യാവിലെ സ്ഥിതിയപ്പം ഞാനീ പറയണേ. 90 കഴിഞ്ഞാൽ 120 വരെ ആയുസ് കൊടുത്തത് ആ കഥയിൽ പറയുന്നുണ്ട് കൂമനാണ്. കൂമന്റെ വൈരിയാണ്. കൂമന്റെ വൈരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂള. വാപ്പേ ചായ കുടിച്ചോ? ചായയിൽ കടി ഉണ്ടായിരുന്നോ? നിങ്ങൾ രാവിലത്തെ മരുന്ന് കുടിച്ചോ? മരുന്ന് ഉമ്മ തന്നിട്ടില്ലായിരുന്നു. വാപ്പ കുറേ സമയം അങ്ങനെ കിടക്കണം. വലത്തോട്ട് തിരിഞ്ഞു കിടക്കണോ? ഇങ്ങനെ തന്നെ കിടന്നാ മതിയോ? അവർക്ക് എന്തായാലും കുഴപ്പമില്ല. നല്ലോ ചിന്തിക്കണേ. റസൂലുള്ളാഹിക്ക് മാത്രമല്ല എല്ലാവർക്കും ആഖിറമാണ് ദുനിയാവിനേക്കാളും നല്ലത്. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞ ഏത് നല്ലത്? ഒരാൾ നല്ല നിലയ്ക്ക് ജീവിച്ചാൽ ദുനിയാവിനേക്കാൾ നല്ല ആഖിറാണ്. എന്തുകൊണ്ട്? ആഖിറത്തിലൊക്കെ എല്ലാവരും ചെറുപ്പക്കാരാ. സ്വർഗത്തിൽ എല്ലാവരും ചെറുപ്പക്കാരാണോ? ഒരു 30-ന്റെ 35-ന്റെ ഇടക്ക് തിരിഞ്ഞില്ല. ആ നല്ല പവറുള്ള കാലുണ്ടല്ലോ, ആ 30-ന്റെ 35-ന്റെ ഇടക്കായിരിക്കുന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പുണ്യ നബി തമാശ പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ മാതിരി ബഡായി അല്ല. നമ്മൾ പറയാനുള്ളത് ബഡായിയാണ്. അത് ഉണ്ടാവുന്നില്ല, ഉണ്ടാവാനും സാധ്യത ഉണ്ടാവില്ല. ആ കൊലത്തുള്ള പറയാം. എന്നാലോ പുണ്യനബി തമാശ പറയാറുണ്ട്. ആ തമാശയിൽ പോലും സത്യമുണ്ടാകാറുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് ഒരു വൃദ്ധയായ മാതാവ് കടന്നു വന്നു. പുണ്യനബി ആ വൃദ്ധയെ കണ്ടപ്പോ പറഞ്ഞു, വൃദ്ധന്മാരാരും സ്വർഗത്തിലില്ല. പെണ്ണാട്ട് കരയാൻ തുടങ്ങി. കരച്ചിൽ. അപ്പൊ പുണ്യനബി പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ കരയണെന്ന് വെച്ചു. നബി, അപ്പൊ എനിക്ക് സ്വർഗം ഉണ്ടാവില്ലേന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തില്ല എന്നല്ല. ഒരാളും വൃദ്ധൻ സ്വർഗത്തിൽ കിടക്കൂല. എന്നാൽ വൃദ്ധനായാൽ പോലും സ്വർഗത്തിൽ കിടക്കുന്നത് വൃദ്ധനായിട്ടല്ല, ചെറുപ്പക്കാരനായിട്ടാണ്. വലല്ലാഖിറതു, അല്ലേ? ചെറുപ്പക്കാരനാവാന്നുള്ള എല്ലാവർക്കും ഇഷ്ടമാണോ? അല്ലേ? നിങ്ങളെ ഇരുത്തം കണ്ടിട്ട് നിങ്ങൾ വേസന്മാരായ തിരക്കടില്ലാന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ടല്ലേ ചില ആൾക്കാർ മുടി കറുപ്പിക്കണേ. മൂത്തക്ക് നോക്കിയാൽ മനസ്സിലാവും ഓന് 78 വയസ്സും 3 മാസം 22 ദിവസവും 9 മണിക്കൂറായിട്ടുണ്ട്. അവന്റെ തലയൊക്കെ നോക്കിയാൽ തോന്നാ 22ാമത്തെ വയസ്സൊക്കെ കടക്കണുള്ളൂ എന്നാ തോന്നുക. എന്റെ മുടി കറുപ്പിക്ക. വലല്ലാഖിറ, ശ്രദ്ധിക്കണം, സ്വർഗത്തിൽ നിറയില്ല. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ദുനിയാവിനെ എന്തുകൊണ്ട് ഈ ഒരു ആയത്ത് വിശദീകരിച്ചാൽ 10 ദിവസം പറയണം. 10 ദിവസം എല്ലാ നിൽക്കാലോചിച്ചാലും. വലല്ലാഖിറതു ഖൈറുൽ ലക. പിന്നെന്തിനാ ഈ ദുനിയാവിന് വേണ്ടി കടിപിടി വിടുന്നത്? വാപ്പ മരിച്ചു, സ്വത്തോരി വെക്കണ വിഷയം വന്നപ്പോ 8 ആളും തെറ്റി. എന്താ ഓൻ അവിടെ കുറ്റിയടിച്ച്? അവിടെ എങ്ങനെ അടിക്കല്? ഓന്റെയും വാപ്പ ഒന്നല്ലേ? ഇനി ഓന് കിട്ടിക്കൊണ്ടിടൂ. ഓൻ എങ്ങോട്ട് കൊണ്ടുപോകാനത്? ഓൻ എങ്ങോട്ട് കൊണ്ടുപോകാൻ? വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ആഖിറമാണ് ദുനിയാവിനേക്കാളും നല്ലത് എന്ന് ഖുർആൻ പറഞ്ഞത് എന്തുമാത്രം സത്യമാണ്. എന്തുകൊണ്ട്? അതേറ്റവും പ്രധാനമായ ഒന്ന്, ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്നതാണ്. ആഖിറത്തിലെ ജീവിതം അനന്തമായി തുടരുന്നതാണ്. വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. ആഖിറത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ആളുകൾ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഖുർആൻ. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ അടക്കം ലോകത്തിറങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളും ലോക ജനതയോട് പറഞ്ഞെന്താ? ദുനിയാവിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം ആഖിറത്തിലേക്ക്. 4 ഗ്രന്ഥങ്ങൾ
അള്ളാഹു ഇറക്കിയത് ഈ കാര്യം പറയാനാണ്. 100 ഏടുകൾ ഇറക്കിയത് ഇതിനാണ്. 1,24,000 വരുന്ന പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞത് ശറഫുൽ ഖൽഖി മിനദ് ദുനിയാ വ ദഅവതുഹും ഇലൽ ആഖിറ. ദുനിയാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജനങ്ങളെ ഉഖറവിയായ ലോകത്തേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് 1,24,000 വരുന്ന പ്രവാചകന്മാരും വന്നത്. കാരണം എന്താ? ദുനിയാവ് മോശം, മനുഷ്യന് ഒരു സുഖം കിട്ടാത്ത സ്ഥലമാണ് ദുനിയാവ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഉഖറവിയായ ജീവിതമാണ് ശാശ്വതമായ ജീവിതം, ഭൂമിയിലേതോ ശാശ്വതമല്ല. ഇന്നമൽ ഹയാതുദ് ദുനിയാ, ഐഹിക ജീവിതം എന്ന് പറയുന്നത് കമാ ഇന്നൻസൽനാഹു മിനസ് സമാഇ, ആകാശത്ത് നിന്ന് പെയ്തൊരു മഴയെ പോലെയാണ്. ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം, ആ മഴ ഭൂമിയിലേക്ക് പെയ്തപ്പോൾ ഭൂമിയിലുള്ള സസ്യലതാദികളും പുല്ലുകളും ഒക്കെ മുളച്ചു പൊന്തി. ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖറഫഹാ, അങ്ങനെ ഭൂമി ഇങ്ങനെ പച്ചിച്ചു നിൽക്കുന്ന സമയമാണ്. വസയ്യനത് വദന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, ഭൂമിയിലുള്ള ആളുകൾ മനസ്സിലാക്കി അവർക്ക് തന്നെയാണ് ഇതിന്റെ മേലിലുള്ള പരമാധികാരം. അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറ, ആ സമയത്താണ് രാവിലോ പകലിലോ അവരെ അല്ലാഹുവിന്റെ ശിക്ഷ പിടികൂടുന്നത്. ഇന്നലെ അങ്ങനെ ഒരു സ്ഥലം ഇല്ലാത്ത മാതിരി അല്ലാഹു ആ സ്ഥലത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഐഹികമായ ജീവിതത്തിന്റെ ഉദാഹരണമാണ്. അങ്ങനല്ലേ? SLC പഠിച്ചു, നല്ല മാർക്കോട് കൂടെ പാസ്സായി, +2 ചേർന്നു, ഡിസ്റ്റിങ്ഷൻ കിട്ടി, ഡിഗ്രിക്ക് ചേർന്നു, MBA പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ആയി. അവൻ MBA പാസ്സായത് ലണ്ടനിൽ നിന്നാണ്. ലണ്ടനിൽ നിന്ന് MBA പാസ്സായി അവൻ തിരിച്ചെത്തിയപ്പോഴേക്ക് തന്നെ ഗൾഫിൽ ഒരു കമ്പനി അവനെ വിളിച്ചു. അവന്റെ കുടുംബമാണ് വളരെ പാവപ്പെട്ട കുടുംബമായിരുന്നു, വാപ്പവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. വിളിച്ചതൊരു അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കൻ കമ്പനി വിളിച്ചു, നല്ല ശമ്പളമൊക്കെ ആയി. അവൻ വീട്ടിലേക്ക് പണമഴക്കാൻ തുടങ്ങി. വീട്ടിലെ പട്ടിണി തെറുന്നു തുടങ്ങി. വാപ്പക്ക് തോന്നി വീടൊന്ന് നന്നാക്കണം, തറവാടൊക്കെ ഒന്ന് പൊളിച്ചു നന്നാക്കി. അവൻ ഒരു തവണ വന്നു, പിന്നെയും അവൻ തിരിച്ചുപോയി. 2ാം തവണ വരുമ്പോഴേക്ക് അവന്റെ വീടൊക്കെ റെഡിയാക്കി, വിവാഹത്തിനായി കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കുന്നു. വിവാഹമൊക്കെ റെഡിയാക്കി, നേരത്തെ തന്നെ കണ്ടുവച്ചു. അവൻ വരുന്നു എന്നറിഞ്ഞു. അവൻ കണ്ടു, അവന് ഇഷ്ടപ്പെട്ടു. മംഗലമൊക്കെ തീരുമാനിച്ചു. കുടുംബത്തിലൊക്കെ വിശാലമായി മംഗലം വിളിച്ചു. വലിയ മംഗലമാക്കി തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. മംഗലൊക്കെ നടക്കുക, ഗംഭീരമായ മംഗളം. കാരണം എന്താ? അവന് നല്ല പണക്കാരനായിട്ടുണ്ടപ്പോഴേക്ക് 4 കൊല്ലം കൊണ്ട് വലിയ കമ്പനിയിലാ ജോലി. BMW കാർ അവന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. തറവാട് വീട് 3 നിലകളുള്ള വീടിലായി. 3 നിലകളുള്ള വീടായി ഇവന്റെ തറവാട് വീട് അവൻ എടുത്തിട്ടുണ്ട്. BMW അവന്റെ വീട്ടുമുറ്റത്തുണ്ട്. പുതിയാപ്പിള പോകാൻ ആ വണ്ടി അവൻ വാങ്ങിക്കൊണ്ടുപോയി വെച്ചതാണ്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. പന്തലൊരുങ്ങി, വിവാഹത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കാൻ ആളുകൾ വന്നു. എല്ലാവരും കടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പുതിയാപ്പിളയായി പോകേണ്ട ആൾ കിടക്കുന്ന സ്ഥലത്തു തന്നെ മരിച്ചു കിടക്കുകയാണ്. അല്ലാഹു മനുഷ്യ ജീവിതവും തിരിച്ചെടുക്കുന്നത് ഇങ്ങനെ തന്നെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ആളുകൾ പറഞ്ഞു, ഒരാ വീടുണ്ടാക്കിയിട്ട് അതിൽ താമസിച്ചിട്ട് പൂതി തീർന്നിട്ടില്ലല്ലോ റബ്ബേ. ഇന്ന് ഒരാളിനോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാനൊരു വീട്ടുകൂടലിന് പോയപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടുപോയ ആൾ പറഞ്ഞു, ഞങ്ങൾ നല്ല ഉഷാറിലായിരുന്നു ഉസ്താദേ, ഞാൻ ഇപ്പം ഭയങ്കര കടക്കാരനാ. ഞങ്ങളുടെ ഒരു ഇക്കാക്ക ഉണ്ടായിരുന്നു, മൈസൂരിലായിരുന്നു കച്ചവടം, ഭയങ്കര പൊടിച്ച കച്ചവടമായിരുന്നു. ഞങ്ങളെ ഹൈ ലെവലിൽ ജീവിച്ച ആളുകളാണ്. എന്നോട് പറഞ്ഞു, ഞാനിപ്പോ ഭയങ്കരമായ ഭീമമായ സംഖ്യ കടത്തിലാണ്. ഞങ്ങളുടെ ഇക്ക പെട്ടെന്ന് മരിച്ചുപോയി. ഞങ്ങളുടെ ഇക്കാക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചു. പ്രഷർ തലച്ചോറിലേക്ക് കയറി, ബ്രെയിനിലുള്ള ഞരമ്പ് പൊട്ടിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ 10 ദിവസം കിടന്നു, മരിച്ചുപോയി. മരിച്ചോടുകൂടി പിന്നെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് ഞങ്ങളൊക്കെ പാപ്പരായി പോയി. ഇന്നലെ അങ്ങനെ ഒരു മുതലാളിമാരായിരുന്നു ഓലെന്ന് തോന്നാത്ത വിധത്തിൽ അല്ലാഹു അവരിൽ നിന്ന് സമ്പത്ത് മുഴുവൻ തിരിച്ചെടുത്തു കളയും. ദുന്യാവിന്റെ കഥ ഇതാ. എന്നാ ആഖിറത്തിൽ അല്ലാഹു കൊടുത്തത് ഒരിക്കലും ഉണ്ടാവില്ല. കൊടുത്തത് മുണ്ടില്ല, കൊടുത്തത് തിരിച്ചെടുക്കൂല. ഒരാൾക്ക് 1000 ഹൂറിൽ ഉണ്ടാവുന്ന 1000 ഹൂറിൽ ഒരാളുടെ ചുറ്റും ഇങ്ങനെ നടക്കും. അപ്പൊ മറ്റൊരു ബേജാറാവണ്ട, ദുന്യാവിലെ ഭാര്യമാർ ബേജാറാവണ്ട. ഓലാണ് ഒന്നാമത്തെ രാജ്ഞിയവരാണ്, ഒന്നാമത്തെ പത്നിയവരാണ്. 1000 ഹൂറിലിങ്ങൾ ഉണ്ടാകും. 1000 ഹൂറിലിങ്ങൾ അല്ലാഹു കൊടുത്താൽ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1000 വേണ്ട 100 മതി എന്ന് അല്ലാഹു പറയില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ.
ആഖിറമാണ് നല്ലത്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ദുന്യാവ് ശ്രദ്ധിക്കട്ടോ, ദുന്യാവ് മനുഷ്യന്മാര് ദുന്യാവിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഓടിപ്പായണ്. ബേജാർ എന്താവാൻ കുന്തമാവാൻ എന്താവും ഒരാളും പഠിച്ചോനെ എന്റെ ഖബർ എന്താവും എന്ന് ചിന്തിക്കാറില്ല. ആ ചിന്തിക്കുന്നവരാരാ? അവരാണ് ബുദ്ധിമാന്മാർ. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന ഫല്ലഖദ് ദുനിയാ വഖാഫുൽ ഫിതന നദറു ഫീഹാ വലമ്മാ ആലിമു അന്നഹാ ലൈസത് ലിഹൈൻ വാതന ജഅലൂഹാ ഹുജ്ജതൻ ഫത്തഖദു സ്വലിഹൽ അഅമാലി ഫീഹാ സൂഫുനാ. 1 കോടി ഉറുപ്പിക മുടക്കിയിട്ട് ഒരാൾ കച്ചവടം ആരംഭിക്കുകയാണ്. അവന്റെ കൽബിലൊരു ബേജാറാണോ, പഠിച്ചോനെ ഇതെന്താവും, വിജയിക്കോ പൊട്ടോ എന്നാ ഇവൻ ചിന്തിക്കാറുണ്ടോ? കട ഓപ്പണിംഗ് ഞാൻ തങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ജനുവരി 15-നാണ്, അപ്പോഴേക്ക് പണി പൂർത്തിയാകുമെന്നാ വിചാരിക്കുന്നത്. എന്നാൽ ജനുവരി 12 ആകുമ്പോഴേക്ക് ഖിയാമത്തിന്റെ ഊത്തുവരെ നീ കിടക്കേണ്ട ഖബർ നിനക്ക് വേണ്ടി അതിന് മുമ്പേ റെഡിയാവാനിരിക്കുന്നുവെന്ന വിവരം മനുഷ്യൻ അറിയുന്നുണ്ടോ? വൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ദുനിയാവല്ല നല്ലത്, ആഖിറമാണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മർറാല ശാത്തിൻ മൈത, ചത്തുകിടക്കുന്ന ഒരാടിന്റെ അടുത്ത്, ശ്രദ്ധിക്കണേ, റസൂലുള്ള ദുനിയാവിനെ എങ്ങനെ കണ്ട് എന്ന് ശ്രദ്ധിക്കണം. ദുനിയാവിനെ റസൂലുള്ള എങ്ങനെയാണ് കണ്ടത്? ആരാ ഹബീബായ നബി? എല്ലാ രഹസ്യങ്ങളും അല്ലാഹു അറിയിച്ചു കൊടുത്ത ഹബീബാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറാല ശാത്തിൻ മൈത, മരിച്ചു ചത്തുകിടക്കുന്ന ഒരു ആടിന്റെ അടുത്തുകൂടെ റസൂലുള്ള നടന്നുപോയി. റസൂലുള്ളാന്റെ കൂടെ സ്വഹാബികളുണ്ട്. ഈ ഉദാഹരണം നല്ലോണം ശ്രദ്ധിക്കണേ. ദുന്യാവ് എന്താന്ന് റസൂലുള്ള പറഞ്ഞെന്നാണ്. ഫഖാല റസൂലുള്ള സ്വഹാബികളോട് ചോദിച്ചു, അതറൗന ഹാദിഹി ശാത ഹയ്യിനതൻ അലാ അഹ്ലിഹാ. ഈ ആട്ടിന്റെ ഉടമസ്ഥർക്ക് പ്രിയപ്പെട്ടതാണോ സ്വഹാബികളെ? അവർ പറഞ്ഞു, ഇല്ല നബിയെ, അത് ഇന്ന് അതിന്റെ ഉടമകൾക്ക് ഏറ്റവും മോശപ്പെട്ടതാണ്. ഈ ആട് ചാവുന്നതോടുകൂടെ ഇതിന്റെ ആളുകൾക്ക് ആടിനെ വേണ്ടാതെയായി. ഖാലു, സഹാബികൾ പറഞ്ഞു, മിൻ ഹവാനിഹ അൽഖൂഹാ. ഇന്നലെ വരെ ജീവനുണ്ടായ ആട് ഇന്നത് ചത്തുപോയപ്പോൾ ഇന്നലെ വരെ ഈ ആടിനെ വേണ്ട ആളുകൾക്ക് ഇന്ന് ആടിനെ വേണ്ടാതെയായി. അങ്ങനല്ലേ? ആട് ചത്ത നമ്മളെന്താ ചെയ്യാ? കുഴിച്ചിടും, അല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയിടും. ചില ആൾക്കാർ പുഴയിലും തോട്ടിലും കൊണ്ടുപോയിടുമല്ലോ. അവർ മഹാമോശക്കാരാണ്. വെള്ളം മലിനീകരിക്കുന്നവരാണവർ. വെള്ളം മലിനീകരിക്കപ്പെടുന്നതിൽ പങ്കുവഹിക്കുന്നവരാണവർ. കല്യാണമൊക്കെ കഴിഞ്ഞു, കോയിനടുത്ത പാർട്സൊക്കെ കൂടി പുഴയെ കൊണ്ടുപോയിടുകയാണ്. മഹാമോശമാണ്. പുണ്യ നബിയോട് സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഇന്നലെ വരെ ഈ ആടിന്റെ ആളുകൾക്ക് ഈ ആട് വലിയ പ്രിയപ്പെട്ട ആടായിരുന്നു. കാരണം പാല് കിട്ടും, പ്രതീക്ഷ. ഇന്ന് ചത്തുപോയി. ചത്തപ്പോൽക്ക് വേണ്ടാതായതുകൊണ്ടാണോ ഇവിടെ കൊണ്ടുപോയിട്ടത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. അദ്ദുല്ലുദ്ദുന്യാ അഹ്വനു വലല്ലാഹി മിൻ ഹാദിഹി ശാത്ത്. ഈ ആടിനെ, ഈ ആട്ടിന്റെ ആളുകൾക്ക് ഈ ആട് എത്രമാത്രം വേണ്ടാത്തതാണോ അതേപോലെയാണ് ദുന്യാവ് അള്ളാഹുവിന് വേണ്ടാത്ത ഒന്നാണ് ദുന്യാവെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ദുന്യാവ് അള്ളാഹ്ക്ക് വല്ല വിലയുണ്ടെങ്കിൽ ബാരക് ഒബാമ അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവും തോന്നുന്നുണ്ട്? തോന്നുന്നുണ്ടോ നൗലാജി? വലിയൊരു രാജ്യത്തിന്റെ ഈ അള്ളാഹ്ക്ക് ദുന്യാവിന് വല്ല വിലയുണ്ടെങ്കിൽ ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആവില്ല. അള്ളാഹുവിനെ ദുന്യാവിന് വല്ല വിലയും ഉണ്ടായിരുന്നെങ്കിൽ സാക്ഷാൽ വർഗീയ കളി കളിക്കുന്ന, വർഗീയ കാർഡിളക്കുന്ന മോഡി ഒരിക്കലും ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുമായിരുന്നില്ല. ഒരു ദിവസം 24 മണിക്കൂറും ശിർക്ക് ചെയ്യുന്നവനെ അള്ളാഹു വലിയൊരു രാജ്യത്തിന്റെ ചുമതല ഏൽപ്പിക്കുമായിരുന്നില്ല. അള്ളാഹ്ക്ക് ദുന്യാവ്, നമ്മക്കിത് 8-നും 5-നും കത്തിക്കുറിച്ചിരുന്നു. എന്താ കാരണം? ഇന്നലെ കുറ്റി അടിച്ചത് അവിടെ നിന്നല്ലോ, ഇന്ന് രാവിലെ അങ്ങോട്ട് മാറ്റിയിട്ടൊന്നുമില്ല. അവന് തോന്നുക മറ്റവൻ എടുത്തണോ ഭൂമിക്ക് വേണ്ടി കത്തിക്കും. ഇതാണ് ദുന്യാവ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറയാൻ, വലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊള, ദുനിയാവിന് അല്ലാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും അല്ലാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ മാ സകാ കാഫിറൻ മിനാ ശർബത മാ, ഒരു തുള്ളി വെള്ളം പോലും അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്ന കാഫിറിന് അള്ളാഹു കൊടുക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും കേരളത്തിലൊന്നും മഴ പെയ്യുമായിരുന്നില്ല. ഇത്ര മഴ, ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന എവിടെ? നിങ്ങൾ ഉണ്ടില്ല. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന എവിടെ? ഇപ്പൊ കേരളത്തിലല്ല, തമിഴ്നാട്ടിൽ, മദ്രാസിൽ. ഏത് മദ്രാസില്? 24 മണിക്കൂറും ധാരാളം കയ്യും കാലുള്ള എന്തൊക്കെയോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ജയലളിതയുടെ നാട്ടിലാണ് ആകാശത്തു നിന്നുള്ള വെള്ളം കോരി ചുരിഞ്ഞു കൊടുത്തത്. ഓള് പറഞ്ഞു, കേരളത്തിന് ഞാൻ വെള്ളം കൊടുക്കൂല, ഇന്ന ഡാം എന്റെ ഡാമാണ്, കേരളത്തിലെ ഡാം എന്റെ ഡാമാണ്. അവളെ മൂക്കിൽ കല്ലാവ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അവളെ മൂക്കിൽ കല്ലാവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പൊ പറയാണ്, ഈ വെള്ളം ആരെങ്കിലും കൊണ്ടുപോകും, കേരളക്കാരെടുക്കോ വെള്ളം? നിങ്ങൾ എടുക്കോ, ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഒരു പ്രദേശത്തിന്റെ അള്ളാഹുവിന് ദുന്യാവിന് ഒരു ഇഞ്ച് വില ഉണ്ടെങ്കിൽ ആ തമിഴ്നാടെന്ന് പറയുന്ന നല്ല ഫലപുഷ്ടമായ മണ്ണിന്റെ ആധിപത്യം ഒരു മുശ്രിക്കത്തിന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിക്കുമായിരുന്നു? ഇല്ല, ഇല്ല. ദുന്യാവിന് അള്ളാഹുവും മുത്തുനബിയും പ്രയോഗിച്ച പദങ്ങൾ എന്തൊക്കെ? ചെറിയൊരു വീക്ഷണം മാത്രം. എന്തിനാറിയോ? കടിപിടിയൊന്നും വേണ്ട. എന്റെ കടന്റെ അപ്പുറത്ത് എങ്ങനെ ഓ അതേമാതിരി കട തുറക്കലും, ഓൻ തുറന്നോട്ടെ, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടും, ഓനുള്ളത് ഓന് കിട്ടും. ഞാന്റെ കച്ചവട ഉഷാറാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഞാൻ ബുദ്ധിമുട്ടിയാൽ എന്റെ സഹോദരന്റെ കുടുംബം ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറയാൻ കഴിയണം. എന്തിനാണ് അടിപിടി? എന്തിനാണ്? അല്ലേ? ഒരു നാട്ടില് പഴയ കാലത്ത് ഫോണിന്റെ കേബിളിന് കുഴി കുഴിക്കല്ലോ, തമിഴന്മാര് വന്ന് ഒരു ടൗണിൽ കുഴി കുഴിച്ചു നോക്കുമ്പോ ചാല് കയറി ഫോണിന്റെ കേബിളിന് വേണ്ടി ചാല് കയറുമ്പോ ഓരോ പിക്കാസിന്റെ കൊത്ത് ഓരോ കുപ്പിമലാണ്. ഓരോ കൊത്തു കൊത്തുമ്പോഴും കുപ്പിമ പോയിട്ട് വീണ്. എന്താ കുപ്പി? കുപ്പിയിൽ തകിടുണ്ട്. അപ്പൊ ഈ കടക്കാരൻ മറ്റേ കടക്കാരന് ചെയ്തതാണ്, ആ കടക്കാരൻ ഇങ്ങോട്ട് ചെയ്തതാ, ഇപ്പം മറ്റോടത്തേക്ക് ചെയ്തതാ, അവൻ ഇങ്ങോട്ട് ചെയ്തതാ. വലല്ലാഹിർ, ആരെങ്കിലും കൊണ്ടുപോകും. വലല്ലാഹിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ദുന്യാവിനെ കുറിച്ച് റസൂലുള്ളാഹിയും അല്ലാഹുവും പറഞ്ഞപ്പോ ദുന്യാവിന് കൊടുത്ത പേരെന്തൊക്കെയാ നമുക്ക് നോക്കാം. ഒറ്റ ചെറിയൊരു ചിന്ത, സമയമില്ലല്ലോ. നമ്മള് ഇതിങ്ങനെ ഒരു കോട്ടപ്പാച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല, അങ്ങനെ നമ്മൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ആഖിറം ദുന്യാവിനേക്കാളും ഖൈറാണ്? ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി ദുന്യാവിനെ കുറിച്ച് പറഞ്ഞപ്പോ, നമ്മളാ പറയില്ലേ, കേരളത്തെ കുറിച്ച് പറയുമ്പോ ചിലപ്പോ പറയാറുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. ഞങ്ങൾക്കറിയോ പുണ്യനബി ദുന്യാവിനെ കുറിച്ച്, കേരള അടക്കമുള്ള ദുന്യാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പുണ്യനബി പറഞ്ഞാന്നറിയോ? അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുന്യാവ് മുഅ്മിനിന്റെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുന്യാവിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ സിജിൻ, ജയിൽ എന്നാണ്. ജയിലിൽ നല്ല സുഖം ഉണ്ടാവൂലേ? അല്ലേ? ജയിലിൽ നല്ല സുഖം ഉണ്ടാവോ? ഉണ്ടാത്ത ഇപ്പൊ സുഖാണ്. ഇപ്പൊ സുഖാന്ന് നിങ്ങൾക്ക് തിരിയും തരും. കാരണം ജയിലിലെ ചപ്പാത്തി നമ്മളും തിന്നാൻ തുടങ്ങിയാണ്. അതുകൊണ്ടായിരിക്കാം സൂഫിയാജി പറഞ്ഞത് ഇപ്പൊ സുഖാണ്. കാരണം ആ ചപ്പാത്തിക്ക് നല്ല മയമുണ്ട്, അല്ലേ? എല്ലാ പരിപാടിയിലും ജയിലിലെ ചപ്പാത്തിയാണ്. അപ്പൊ നമ്മൾക്ക് ജയിലിലെ ടേസ്റ്റ് എന്താന്ന് തിരിച്ചറിയാൻ, ഇപ്പോഴത്തെ ജയിൽ അങ്ങനെയൊക്കെയാണെന്ന് പറയാൻ. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജയിലാണ് ഭൂമി എന്ന് ദുന്യാവെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ദുന്യാവിനെ കുറിച്ച് പറഞ്ഞപ്പോ സിജിൻ, ജയിൽ എന്നാ പറഞ്ഞു. ഞാൻ അടുത്തേ കേട്ടോളൂ. അദ്ദുന്യാ അങ്ങനെയാണ്, മുഅ്മിന് ജയിൽ തന്നെയാണ്, കഷ്ടപ്പാടാണ്. എന്തേ? 10 കുട്ടികളാണ്, 10 കുട്ടികൾ, അതിൽ 9 കുട്ടികളും പെൺകുട്ടികളും. 9ാമത്തെ ഒരുത്തണ്ട്, ഓന ആൺകുട്ടി, ഓന് 3ാം ക്ലാസ് പഠിക്കണുള്ളൂ. വാപ്പാക്ക് വയസ്സായി, വളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 3 കുട്ടികളെ എത്തിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നു? ബേജാറാണ്. തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നെന്നല്ലാതെ കൽബൊക്കെ പഠിച്ചോനെ എന്നെ വഷളാക്കരുത് റബ്ബേ, കുട്ടികളെ കാര്യത്തിൽ ബേജാറാണ്. ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഇനി കേട്ടോ, ദുന്യാവിനെ കുറിച്ച് റസൂൽ പറഞ്ഞു മൽഊൻ എന്നാണ്. മൽഊൻ, നല്ല കേൾക്കണം ചെറുപ്പക്കാർ. അദ്ദുന്യാ മൽഊന, ദുന്യാവ് ശപിക്കപ്പെട്ട സ്ഥലമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശപിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ടാണല്ലോ മറ്റേ ചങ്ങായി എങ്ങോട്ട് ഇറക്കി. ആരെ? ഇബ്ലീസ്.
ഓനെ സ്വർഗത്ത് നാട്ടി പറപ്പിച്ചു. ഓൻ റബ്ബിനോട് പറഞ്ഞു, പഠിച്ചോനെ എവിടെങ്കിലും സ്ഥലം തരണമെങ്കിൽ എവിടെയും തരാതെ ഞാൻ എങ്ങനെ അങ്ങുങ്ങ് ഒഴുകി നടന്നാ പറ്റുമോ? അപ്പൊ അള്ളാഹ് പറഞ്ഞു, അങ്ങ് ഭൂമിയിലെ എല്ലാ ബൈത്തുൽ ഖലാവും നിന്റെ വീടാണ്, എല്ലാരും ഉണ്ടാക്കണ കക്കൂസിലും അങ്ങ് താമസിക്കാവുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ബൈത്തുൽ ഖല ആ സാധനം. അപ്പൊ നമ്മള് വീട്ടിന്റെ ഉള്ളില് ഞാൻ ഇന്നൊരു ടോയ്ലറ്റ് കയറിയപ്പോ ആ വീട് സാധാ വീടാണ്. ഒരു റൂമിനൊക്കെ 2 ലക്ഷം റുപ്യ ചെലവായി ഉണ്ടാവും. പക്ഷെ ഈ ടോയ്ലറ്റിന് 3,66,886 റുപ്യ ചെലവായിണോന്ന് തോന്നിപ്പോയി എനിക്ക്. ദുനിയാവ് മൽഊനത്താൻ. ദുനിയാവിലുള്ള എല്ലാം അള്ളാഹുവിന്റെ ശാപമുള്ളതാണ്. ശ്രദ്ധിക്കണേ, ഈ ശ്രദ്ധിക്കണം. ദുനിയാവിലുള്ള എല്ലാത്തിലും അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഇല്ലാ മാ കാന ലില്ലാഹി മിൻഹാ, അതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ആയതൊഴികെ. ശ്രദ്ധിക്കണം. അപ്പം ഭർത്താവ് ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ ഭാര്യ മൽഊനത്താണ്. എപ്പോൾ ആ ഭാര്യ നിസ്കരിക്കാത്തവളാണെങ്കിൽ, അള്ളാഹുവിനെ പേടിക്കാത്ത ഭാര്യയാണോ പെണ്ണിനെയാണോ ചെറുപ്പക്കാരാ നീ കല്യാണം കഴിച്ചത്, നിന്റെ ഭാര്യ മൽഊനത്തുൻ, അള്ളാഹുവിന്റെ ലഅനത്തുള്ളവളാണ് എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. നീ വീട് വെക്കാൻ വാങ്ങിച്ച 25 സെന്റ് മൽഊനത്താണ്. അത് നീ വാങ്ങുമ്പോൾ വഞ്ചനയും ചതിയുമൊന്നും ഇല്ലാതെ അള്ളാഹു പഠിപ്പിച്ച പോലെയുള്ള ക്രയവിക്രയമല്ല നീ നടത്തിയതെങ്കിൽ മൽഊന, ആ സ്ഥലത്ത് നിനക്കൊരു സുഖവും കിട്ടുകയില്ല. നിന്റെ കയ്യിലുള്ള മൊബൈൽ മൽഊനാൻ, അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്. നീ ആ മൊബൈൽ ഉപയോഗിച്ച് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, എന്നാൽ നീ ആ മൊബൈൽ ഉപയോഗിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലോ അത് മാത്രമേ നീ ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് മൽഊനല്ല, അള്ളാഹുവിലേക്ക് എത്താൻ നിന്നെ സഹായിക്കുന്നതാണ്. ഇല്ലാ മാ കാന ലില്ലാഹി മിൻഹാ, ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി നീ കൊടുക്കുന്നതല്ലാത്തതെല്ലാം, അള്ളാഹുവിന് വേണ്ടിയുള്ളതല്ലാത്തതെല്ലാം മൽഊനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമായ ഒരു ഹദീസാണ്. എല്ലാത്തിലേക്കും നിങ്ങൾ വെക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് 3 പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വേഗം ഈ വിഷയത്തിന് അടുത്ത വിഷയത്തേക്ക് പോവാൻ. പുണ്യ നബി പറഞ്ഞു, ഹുബ്ബുദ്ദുനിയാ റഅസു കുല്ലി ഖതിയ, എല്ലാ തെറ്റിന്റെയും അടിത്തറ ദുനിയാവിനോടുള്ള സ്നേഹമാണ്. ശരിയല്ലേ? നല്ലൊരു വീടെടുക്കണം, നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം, നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം. ഇവനെ ആലോചിച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു അന്വേഷണം ഒന്നും ഇവന് വരൂല. അപ്പൊ പിന്നെ എന്തായി? മെല്ലെ ദുബായിലേക്കൊന്ന് കയറണം, സൗദിയിലേക്കൊന്ന് കയറണം എന്ന ചിന്തയായി. എന്നിട്ട് അവിടെ ബിസിനസ് തുടങ്ങണമെന്നായി. പോയിട്ട് 2 കൊല്ലൊക്കത്തിന്റെ ഐഡിയ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ബിസിനസ് തുടങ്ങണം, പൈസ ഇല്ല. പിന്നെ ആലോചിച്ച എന്താ, കുറച്ച് ലോൺ എടുക്കാം. നാട്ടിൽ നിന്ന് ലോൺ എടുത്തു. ഒന്നാമത്തെ ഹറാം അഖിലുർ റിബാ വമുഖിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. എല്ലാവരും നരകത്തിലാണെന്ന് പറഞ്ഞ ഒന്നാണ് പലിശ. പലിശയുമായി ബന്ധപ്പെടുന്ന പലിശ വാങ്ങി കച്ചവടമൊക്കെ തുടങ്ങി. ആ കച്ചവടത്തിൽ നിന്ന് വീട് വെച്ചു, വലിയ വീട്, അതും പലിശ തന്നെ. അതിൽ നിന്നവൻ വണ്ടി വാങ്ങി, അതും പലിശ തന്നെയാണ്. ജീവിതം മുഴുവൻ ഹറാമാണ്. എന്താ കാരണം? ദുനിയാവിൽ നല്ല ഉഷാറായി ജീവിക്കണം എന്ന ഒരു മോഹം ഇവന്റെ ഖൽബിൽ വന്നതാണ്. എന്നാൽ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ ആലോചിക്കണം, ഉഹദ് പർവ്വതം തോട് നബിയെ അങ്ങേക്ക് സ്വർഗമാകണോ എന്ന് ചോദിക്കാൻ അള്ളാഹു കൽപ്പിച്ചല്ലോ. ഉഹദ് അങ്ങത് ചോദിച്ചല്ലോ നബിയോട്, നബിയെ ഞാൻ അങ്ങേക്ക് സ്വർണ്ണായി തരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട വേണ്ട എന്ന പുണ്യ നബി പറഞ്ഞു. ആ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ അവസ്ഥ അറിയുമോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എണ്ണ വായ്പ വാങ്ങിച്ചു കൊണ്ടുവന്നാണ് വഫാത്താകുന്നതിന്റെ തലേ ദിവസം ആയിഷ ബീവിയുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചത്. നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തേ അത്രമാത്രം ദുനിയാവിനെ അകറ്റി നിർത്തി? ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയാൻ, കുന്നാ മാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളോട് കുടിക്കാൻ അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഖലീഫയല്ലേ, വെള്ളം മാത്രല്ല തേനും കൊണ്ടുപോയി കൊടുത്തു. വെള്ളം
തേൻ. അപ്പൊ വെള്ളത്തിൽ തേൻ ഒഴിച്ചിട്ടോ തേനിൽ വെള്ളം ഒഴിച്ചിട്ടോ കുടിക്കൽ പഴയ കാലത്തെ ഉള്ള സ്വഭാവമാണ്, പുണ്യനബി ചെയ്തിരുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആഴ്ച തേൻ കുടിച്ചോലെന്ന് അറിയൊക്കെ കുടിച്ചോലെന്ന് കാണാനാ, ഒന്ന് കൈവൊക്കെയാണ് ഒന്ന് ഉഷാറായിട്ട് പൊക്കി. കുടിക്കാത്തവർക്കും കുടിച്ചോലെ കാണാനാ, പൊക്കി പറയും. താഴ്ച ഉണ്ടാവും. ഇത്ര ആൾക്കാരുണ്ട് കുടിച്ചതാകെ 4-5 ആള്. ഞമ്മക്ക് എന്താ പണി? ഞമ്മക്ക് പിന്നെ ഇറച്ചിപ്പത്തല്, സമൂസ, നല്ല സാധനമൊക്കെ നമ്മൾ മാറ്റി വെച്ചു. തേൻ പുണ്യനബി ഇടക്കിടക്ക് ഉപയോഗിച്ചിരുന്നത്. മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ വെള്ളവും തേനും കൊണ്ടുപോയി കൊടുത്തു. അതിങ്ങനെ കലർത്തിയിട്ട് ഫലമ്മ അദ്നാഹു മിൻ ഫീഹി, കുടിക്കാൻ വേണ്ടി ചുണ്ടിനോട് അടുപ്പിച്ചപ്പോൾ ബകാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഹത്താ അബകാ അസ്ഹാബ, സ്വഹാബികളും കരഞ്ഞുപോയി ആ കരച്ചിൽ കണ്ടിട്ട്. വസഖതു, സ്പർശ കഴിഞ്ഞപ്പോ സ്വഹാബികൾ കരച്ചിൽ നിർത്തി. വമാ സഖത, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ നിന്നിട്ടില്ല. സുമ്മ ആദ, പിന്നെയും ആ വെള്ളം കുടിക്കാൻ വേണ്ടി ചുണ്ടിനോട് അടുപ്പിച്ചു. ഫബക, പൊഴുകൊണ്ട് കരഞ്ഞു. പൊട്ടി പൊട്ടി കരയുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഹത്താ ളന്നു അന്നഹും ലാ യഖ്ദിറൂന അലാ മസ്അലതി, എന്തിനാ കരയുന്നത് പോലും ചോദിക്കാൻ കഴിയൂല എന്ന് തോന്നിപ്പോയി സ്വഹാബികൾക്ക്. ഖാല സുമ്മ മസാഹൈന, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരച്ചിൽ നിർത്തിയിട്ട് കണ്ണുനീര് തുടച്ചു. ഫഖാലു, സ്വഹാബികൾ ചോദിച്ചു, യാ ഖലീഫത റസൂലില്ലാഹ്, സിദ്ദീഖ് തങ്ങളെ, റസൂലുള്ളാഹിന്റെ ഖലീഫ സിദ്ദീഖ് തങ്ങളെ, മാ അബ്കാക, അങ്ങെന്തിനാണ് ഇങ്ങനെ കരഞ്ഞത്? ഖാല, അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്തു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു. ഫറഅയ്തുഹു യദ്ഫഉ അൻ നഫ്സിഹി ഷൈഅ, റസൂലുള്ളാഹി എന്തോ ഒരു സാധനം ഇങ്ങനെ തട്ടുന്നുണ്ട്, പോ 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 എന്ന് പറയുന്നുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം മറമാഹു അഹദൻ, ഒരാളെയും കാണുന്നുമില്ല പുണ്യനബി ഒരാളെ ഇങ്ങനെ ആട്ടി ഓടിക്കുന്നുണ്ട്. ഫഖുൽതു, അപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, മല്ലദീ തദ്ഫഉ അൻ നഫ്സിക്, ആരെയാ നിങ്ങൾ ഈ ആട്ടി ഓടിക്കുന്നത്? ഖാല, റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഹാദിഹി ദുനിയ മുസ്തിരത്ത് ലീ, ഇതാ ദുനിയാവ് എല്ലാ ഭംഗിയോടെയും അണിഞ്ഞൊരുങ്ങി എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഫഖുൽതു ലഹാ ഇലൈക അന്നി, ഞാൻ ദുനിയാവിനോട് പറഞ്ഞു, പോ, എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. സുമ്മ റജഅത്, പിന്നെ അത് തിരിച്ചു വന്നു. ഫഖാലത്ത്, എന്നിട്ട് എന്നോട് ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നഫ്ലത മിന്നി ലം യഫ്ലത് മിന്നി മൻ ബഅദക, അങ്ങേക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും അങ്ങയുടെ സമുദായം എന്നിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുനിയാവ് പിരിഞ്ഞു പോയത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞുവെന്ന് സയ്യിദുനാ സിദ്ദീഖ്. എന്താ കരയാൻ കാരണം അറിയോ? തേനിൽ വെള്ളത്തിൽ തേൻ ഒഴിച്ചു കുടിച്ചപ്പോ ഈ സൗകര്യം പോലും പുണ്യനബിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഓർത്തിട്ട് കരഞ്ഞതാണ്. ആലോചിക്കണി, ഒരു മംഗലത്തിൽ പോയാല് എന്തൊക്കെ കയറി ചെന്നപാടെ ബദാം ജ്യൂസ്, ബദാം ജ്യൂസ്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അറയിൽ കയറിയതാണ്. അറയിൽ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ പ്രവേശന കവാടത്തിൽ തന്നെ മിഠായിണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കുമ്പോ ഒക്കെ കൂടി ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ബുഫേ. എന്തൊക്കെ തിന്നേണ്ടത് എന്ന് ചെല്ലുന്നവൻ പോലും അങ്കലാപ്പിലായി പോകുന്നു. എന്താ, ദോശയുണ്ട്, പിന്നെ മസാല ദോശയുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, പിന്നെ നിങ്ങളെ നാട്ടിലെ ടയർ ഒറോട്ടി ഉണ്ട്, അതിന്റെ കുറവ് വേണ്ടാന്ന് കരുതി അതുകൊണ്ട്. മലപ്പുറം പത്തിരി ഉണ്ട്, മലപ്പുറം പത്തിരി ഉണ്ടാക്കാൻ ആളെ തിരൂരിൽ നിന്ന് സ്പെഷ്യലൈസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതുണ്ട്. ബിരിയാണി ഉണ്ട്, ആട് ബിരിയാണി, കോഴി ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, എല്ലാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തേനിൽ വെള്ളത്തിൽ തേൻ ഒഴിച്ചു കുടിച്ചപ്പോ കരഞ്ഞിട്ട് പറഞ്ഞു, പുണ്യനബി ഞാൻ ഒരിക്കങ്ങനെ പോയി നോക്കുമ്പോണ്ട് പോ പോ എന്ന് പറഞ്ഞ് ആട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നബി ആരാ അങ്ങാട്ടുന്നത്? അപ്പൊ പറഞ്ഞു, ദാ ദുനിയാവ് എല്ലാ ഭംഗിയോടെയും എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ ആട്ടിപ്പായിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നബിയെ, അങ്ങനിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അങ്ങയുടെ ഉമ്മത്തിനിൽ നിന്ന് രക്ഷപ്പെടില്ല നബിയെ എന്ന് പറഞ്ഞാണ് പിന്തിരിഞ്ഞു പോയത് എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കും, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അസ്ബഹ വദ്ദുനിയ അക്ബറു ഹമ്മി, ഒരാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ദുനിയാവും ദുനിയാവിലെ സുഖങ്ങളുമായാൽ ഫലൈസ മിനല്ലാഹി ഫീ ഷൈ, അയാൾ അല്ലാഹുവിന്റെ മുമ്പിൽ
ഒരു ചെറു അണുവിന് പോലും വിലയില്ലാത്ത ആളാണ്. ഒരാളുടെ പ്രധാന ലക്ഷ്യം ദുന്യാവായാൽ 4 പ്രയാസങ്ങൾ അയാളെ പിടികൂടും. ശ്രദ്ധിച്ചോളൂ, 4 പ്രയാസം. എന്താ? ഒന്ന്, ഒരിക്കലും വിട്ടുമാറാത്ത ടെൻഷൻ. ഒരിക്കലും വിട്ടുമാറാത്ത ടെൻഷൻ. ഒരു 10-20 ഏക്കർ ഭൂമിയുള്ള ആ ഭൂമി തന്നെ എവിടെയെങ്കിലും ടൗണിന്റെ സെന്ററിലുണ്ട്. അയാൾക്ക് അവിടെ 97 സെന്റ് സ്ഥലമുണ്ട്. എന്നോട് അയാൾ ചോദിക്കുകയാണ്, ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ അവിടെ ഇതിനൊരു സെന്റിന് 30 ലക്ഷം റുപ്യ കിട്ടുമല്ലോ, കൂട്ടിയൊക്കെ നിങ്ങൾ 100 × 30 എത്ര കോടിയായി? അയാൾക്ക് 10-20 ഏക്കർ സ്ഥലമുള്ള ഒരാൾ എന്നെ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉസ്താദേ ഒന്ന് വരി, ഒന്ന് മന്ത്രിച്ചു തരി, എന്തോ ഒരു ടെൻഷൻ. മെനിഞ്ഞാന്നുണ്ടായ സംഭവം, എന്തോ ഒരു ടെൻഷൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ടെൻഷന്റെ ആവശ്യം? സാറേ പൈസന്റെ കുറവല്ല, പൈസ ഇഷ്ടമാണ്, നല്ല മക്കൾ, സൗകര്യം ഒക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും വിട്ടുമാറാത്ത ടെൻഷൻ അയാളിൽ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാളുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ദുന്യാവായാലുള്ള അവസ്ഥ ഏതാണ്? ഒരിക്കലും തീരാത്ത ജോലിയായിരിക്കും അയാൾ. ശരിയല്ലേ? എത്ര കൂടണോ അനുസരിച്ച് അത് പറയുമ്പോ നിങ്ങൾ എന്താ എന്നോട് ഉണ്ടാകെ? എത്ര കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ജോലി കൂടില്ല, സമയം കിട്ടൂല, പിന്നെ ഉറങ്ങാനും ഒരു സമയമില്ല, പിന്നെ അവന് ടെൻഷനായിട്ട് ഉറങ്ങാനും കഴിയില്ല. എന്ത് പൈസ ഇല്ലാത്ത ടെൻഷനല്ല, കൂടിയിട്ട് പഠിച്ചോണ്ട് ഏതെന്താ കാട്ടുക? ഇൻകം ടാക്സ് വരുമോ അവന്റെ പേടിയാണ്. ഈ പേപ്പറൊക്കെ എവിടെ റബ്ബെ ഒളിപ്പിച്ചു വെക്കുക? അള്ളാഹുവേ, ഗൾഫുകാരുടെ ഒരു പേടി എന്താ? പഠിച്ചോൻ എങ്ങനെ മാന്യ നേരിട്ടാല് ടാക്സ് ഒക്കെ ഏർപ്പെടുത്തുവോ? കൊടുക്കണേന്റെ ഇപ്പൊ കിട്ടണേന്റെ 2% കൊടുക്കേണ്ടി വരും. ബേജാർ. നിങ്ങളെ കുറിച്ച് പറഞ്ഞേ, ബേജാർ. എത്ര ഹദീസാണത്, എത്ര കൂടുന്നു അതിനനുസരിച്ച് ടെൻഷൻ കൂടും. ഒരിക്കലും തീരാത്ത ജോലികളായിരിക്കും. വല്ലാത്തൊരു വാക്കാണ്. എത്ര കൂടുന്നു അത്രയും ഈ കൂടുന്ന ആൾ ദരിദ്രനാവും. ഒരിക്കലും അയാൾക്ക് മതിയാവൂല. എല്ലാരെ കുറിച്ചും അല്ലട്ടെ പറഞ്ഞ, അള്ളാനെ ഭയപ്പെടുന്ന ആളുകളെ കുറിച്ചല്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം ഞാൻ എന്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു 50 ലക്ഷം റുപ്യ നാളേക്ക് ഒപ്പിച്ചിരുമെന്ന് വെച്ചാൽ. നാളെ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ഞാൻ ആ സഹോദരനെ എപ്പോഴും കാണുമ്പോൾ അങ്ങനെ ആലോചിച്ചു. എന്നോട് അയാൾ വന്നിട്ട് പറഞ്ഞു, ഒരു 50 ലക്ഷം റുപ്യ നാളേക്ക് കിട്ടണം. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു, നാളേക്ക് ഒരു 50 ലക്ഷം ഉറുപ്പിക കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാറിന്റെ ഘട്ടം ചെലവഴിക്കലാവും നല്ലത്. ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കാൻ 50 ലക്ഷം ഉറുപ്പിക. എന്താ പറഞ്ഞ, നാളെ ഈ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാറിന്റെ കഷം ചെലവഴിക്കാൻ നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജീവിക്കാൻ 50 ലക്ഷം ഉറുപ്പിക. എന്തോ പ്രശ്നത്തിൽ കുടുങ്ങിയതാള്. ആ സാധുവായ ഒരു മനുഷ്യന്റെ ചിന്ത എന്താ? ഒരു 30 ഉറുപ്പിക കിട്ടിയ ഒരു 1/2 കിലോ മത്തി വാങ്ങിയതാണ്. 30 ഉറുപ്പിക. ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. എറണാകുളത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടായ പിന്നെ അവന് തോന്നാ കോഴിക്കോട്ടൊന്നും ഉണ്ടായ തിരക്കടില്ല. എന്താ? ഇടക്കിടക്ക് കോഴിക്കോട്ട് എയർപോർട്ട് പോകുമ്പോഴോ ഒന്നവിടെ താമസിച്ചൊക്കെ പോകാലോ. പിന്നെ അവന് തോന്നാ ഏറ്റവും സാധ്യതയുള്ള എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടാണ്, അവിടെ ഒരു 2 ഏക്കർ സ്ഥലം കിട്ടിയ തിരക്കടില്ല. ഇതിങ്ങനെ പോവാന്നല്ലാതെ ഇതിനൊരവസാനമുണ്ടാകാറില്ല. ഇതാണ് ദുന്യാവിന്റെ സ്ഥിതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് വിളിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വന്തക്കാരനാണല്ലോ. പേര് അബ്ദുറഹ്മാൻ എന്നാണ്. പക്ഷെ അത് പറഞ്ഞാൽ ആർക്കും അറിയില്ല. അബൂ ഹുറൈറ എന്ന് പറയുന്നത് പൂച്ചന്റെ വാപ്പാണ്. ഫാദർ ഓഫ് കാറ്റ്, പൂച്ചന്റെ വാപ്പ. അങ്ങനെ അറിയാം. മൂപ്പർക്ക് പൂച്ചനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആളുകൾ പിന്നെ ഇങ്ങനെ പൂച്ചന്റെ വാപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. അബൂ ഹുറൈറ മൂപ്പർക്ക് അത് ഇഷ്ടമാണ്. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വിളിക്കാൻ പാടില്ല. ഇഷ്ടമല്ലെങ്കിൽ വിളിക്കാൻ പാടില്ല. ചിലക്ക് ആ വിളിക്കുന്ന ഇഷ്ടമാണ്. നമ്മളെ ആ മട്ടന്നൂരുണ്ട് ഒരാൾ, ആകെ അബ്ദുറഹ്മാൻ എന്നാ പറയുക. അപ്പൊ ഞാൻ ഒരിക്കൽ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ആകെ എന്ന് പറയുന്നുണ്ട്, നിങ്ങളെ അങ്ങനെ പറഞ്ഞാലേ തീരണ്ടുള്ളൂ, നിങ്ങൾക്ക് പറയുന്നത് ഇഷ്ടമാണെന്ന് വെച്ചോ? ഇഷ്ടമാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല. ഞാൻ വേറെ ആളെ കുറിച്ച് കേട്ടു, അയാളെ കുറിച്ച് ന്യൂട്ടർ എന്നാ പറയുന്നത്. ന്യൂട്ടർ. അപ്പൊ എന്താ എന്നോട് പറഞ്ഞു, അയാളെ കുറിച്ച് ന്യൂട്ടർ എന്ന് പറയാൻ കാരണം ഒരിക്കൽ
അയാളൊരു വണ്ടി ഇങ്ങനെ, അയാൾ ടാക്സി ഓടുന്ന ആളാണ്. വണ്ടി ഇങ്ങനെ ഒരു ഇറക്കത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് ഓഫാക്കിയിട്ട് ന്യൂട്രൽ ഇട്ടു. ഇയാൾ ഇറക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ പോയി കയറ്റെത്തിയപ്പോൾ പിന്നെ അയാൾ ഫസ്റ്റ് ഗിയറിലിട്ട് വിളിപ്പിക്കുമ്പോൾ ഇയാളെ കൂടെ ഇരിക്കണ ഈ ടാക്സി വിളിച്ചു പോകുന്ന ആൾ ഇയാളോട് ചോദിച്ചു, ഇപ്പോഴും ന്യൂട്രൽ ഇട്ടൂടെന്ന് ചോദിച്ചു. അതെന്തേന്ന് ചോദിച്ചു. അല്ല ഇപ്പം ന്യൂട്രൽ ഇട്ട എണ്ണ ലാഭം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഇപ്പൊ ന്യൂട്രൽ ഇട്ടാൽ കയറൂലെന്ന്. അപ്പൊ അതിന്റെ ശേഷം മൂപ്പർക്ക് ന്യൂട്രൽ എന്നാ പറയും ഓരോ പേര്. പക്ഷെ എന്ത് വിളിക്കുകയാണെങ്കിലും ശരി, ഇഷ്ടമില്ലാതെ വിളിക്കാൻ പാടില്ല. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ എന്നാണ് പേര്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടപ്പെട്ട ആളാണ്. പല രഹസ്യങ്ങളും ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ വിളിച്ചു. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് റസൂലുള്ളാഹി 2 തരത്തിലുള്ള ഇൽമു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2 രീതിയിലുള്ള ഇൽമു റസൂലുള്ളാഹി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കവാടമേ ഞാൻ തുറന്നുള്ളൂ, ഒരു പാത്രത്തിന്റെ മൂടിയെ ഞാൻ തുറന്നിട്ടുള്ളൂ. ഇൽമിന്റെ 2ാമത്തെ പാത്രത്തിന്റെ മൂടി ഞാൻ തുറന്നാൽ ലഖുതിയ ഹാദൽ ഹുൽഖൂം. റസൂലുള്ളാഹി എനിക്ക് മാത്രം രഹസ്യമായി പറഞ്ഞു തന്ന ചില ഇൽമുകൾ ഞാൻ സമൂഹത്തോട് പറഞ്ഞു കൊടുത്താൽ ആളുകൾ എന്റെ തല കൊയ്യുമെന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പല രഹസ്യം പറഞ്ഞു കൊടുത്ത ഒരിക്കൽ മഹാനവർകൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് വിളിച്ചു, വരൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, അലാ ഉരീക ദുനിയ, നിങ്ങൾക്ക് ദുനിയാവ് കാണണോന്ന് ചോദിച്ചു. പുണ്യനബി ആരോട് ചോദിച്ചു? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ദുനിയാവ് കാണണോ? അലാ ഉരീക ദുനിയ ജമീഅഹാ ബിമാ ഫീഹാ, ദുനിയാവ് മൊത്തം ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് വെച്ചു. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂൽ, അതെ അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് കാണിച്ചു തരൂ. ഫഅഖദ ബിയദി, റസൂലുള്ളാഹി എന്റെ കൈ പിടിച്ചു. വഅതാ ബി വാദിയൻ മിൻ ഔദിയത്തിൽ മദീന, മദീന മുനവ്വറയിലെ ഒരു താഴ്വരയിലേക്ക് റസൂലുള്ളാഹി എന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി. ഫൈദാ മിസ്ബല ഫീഹാ റൂസു ഉനാസിൻ വഅദറാത്തുൻ വഖിറഖുൻ വഇലാം. ആ താഴ്വരയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മദീന നിവാസികൾ അവരുടെ വേസ്റ്റുകൾ കൊണ്ടുപോയിടുന്ന സ്ഥലമാണത്. മദീനക്കാരവരുടെ വേസ്റ്റ് കൊണ്ടുപോയിടുന്ന, കുമാമ കൊണ്ടുപോയിടുന്ന സ്ഥലമാണത്. അങ്ങോട്ട് എന്റെ കൈ പിടിച്ച് റസൂലുള്ളാഹി കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫൈദാ റൂസു ഉനാസിൻ, കുറെ തലയോട്ടികൾ അവിടെ കാണുന്നുണ്ട്. ആ കുമാമയുടെ കൂട്ടത്തിൽ കുറെ തലയോട്ടികൾ. കുറെ മലങ്ങൾ, പല ജീവജാലങ്ങളുടെയും മലം കാണുന്നുണ്ട്. അതിൽ കുറെ തുണിക്കഷ്ടങ്ങൾ കാണുന്നുണ്ട്. കുറെ എല്ല് കാണുന്നുണ്ട് ആ കൂട്ടത്തിൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി എല്ലാം ശ്രദ്ധിക്കട്ടെ. റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ ഹുറൈറ, ഈ കാണുന്ന തലയോട്ടികളില്ലേ, കാനത്ത് തഹരിസു കഹരിസിക്കും, നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന പോലെ പലതും ആഗ്രഹിച്ച തലകളാണിത്, പലതും കൊതിച്ച തലകളാണിത്. അമലിക്കും, നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ പലതും സ്വപ്നം കണ്ട പോലെ സ്വപ്നം കണ്ട തലയോട്ടികളാണിത്. ഇന്നത് കേവലം എല്ലുകൾ മാത്രമാണ്. ബിലാജിൽദിൻ, തോലുകൾ പോലുമില്ലാത്ത തലകൾ, എല്ലുകൾ മാത്രമാണ്. റമാദ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് വെണ്ണിനീരായി മാറും. അബൂ ഹുറൈറ, തലയോട്ടി ശ്രദ്ധിക്കണേ, നമ്മളെ തലയോട്ടി കുറച്ചുകൂടെ കഴിഞ്ഞാൽ മണ്ണായി മാറും. ഇത് കൊണ്ടുപോയി കത്തിക്കുമപ്പോ വെണ്ണനീരായി മാറും. ഈ കാണുന്ന കാട്ടങ്ങൾ, ഈ കാണുന്ന മലങ്ങളില്ലേ, വിസർജ്ജ വസ്തുക്കൾ, ഇത് ജനങ്ങൾ തിന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാണിവ. അവർ ഏതൊക്കെയോ മൃഗത്തിലൂടെ സമ്പാദിച്ച ഭക്ഷണങ്ങളായിരുന്നു. അതെല്ലാം കഴിച്ചു, എല്ലാം വിസർജിച്ചു പോയി. അതിനു വേണ്ടിയായിരുന്നു അവർ അടിപിടി കൂടിയത്. അങ്ങനെ സമ്പാദിച്ചവർ അവർ ഭക്ഷണമായി അത് കഴിച്ചു, അത് വിസർജ്യമായി പുറത്തേക്ക് പോയി. ഈ കാണുന്ന തുണിക്കഷ്ണങ്ങൾ, ഇത് അവരുടെ ജനങ്ങളുടെ വിരിപ്പുകളും വസ്ത്രങ്ങളുമായിരുന്നു. ഇപ്പോൾ ഇത് കീറിപ്പറഞ്ഞു പോയിരിക്കുകയാണ്. ഈ കാണുന്ന എല്ലുകൾ അവർ കഴിച്ചുപോയ, അവർ സഞ്ചരിച്ച, അവർ ഉപയോഗിച്ച മൃഗങ്ങളുടെ എല്ലുകളാണ്. അതുകൊണ്ട് ദുന്യാവിനെ ഓർത്ത് ആരെങ്കിലും കരയുന്നുവെങ്കിൽ ഇപ്പോൾ കരയുക. അബൂ ഹുറൈറ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
മഹാനവർകൾ പറയാ ഇതൊക്കെ കൂടി കണ്ടപ്പോ ഞങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളും കഥങ്ങനല്ലേ എന്ന് ആലോചിച്ചിട്ട് കരയാൻ തുടങ്ങി. കരച്ചിലിന്റെ ശബ്ദം വർദ്ധിച്ചു. മദീനയിൽ കൂട്ടക്കരച്ചിലായി എന്ന് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു വലൽ ആഖിറത്ത്. ഇതാണ് ദുനിയാവ്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. മുമ്പിൽ കഴിക്കാൻ എടുത്തു വച്ച ഭക്ഷണം പോലും നമ്മുടേതാണെന്ന് പറയാനും കഴിയില്ല. പുണ്യനബി പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ദുന്യാവെന്ന് തിന്ന് 3 ഉള്ളൂ. മാ അകല ഫഅഫന, തിന്ന് തീർന്നത്. ഞാൻ ആ ഹദീസ് ഓതുമ്പൊക്കെ ഓർത്തു പോകും എൻ്റെ ഒരു അയൽവാസിയെ കുറിച്ച്. മൂപ്പര് ഒരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് ഇരുന്ന് ഭക്ഷണം അങ്ങനെ വായിലേക്ക് വെച്ച സമയത്താണ് മൂപ്പര് മറിഞ്ഞു വീണ് മരിച്ചുപോയത്. ആ ഒരു പിടി ഭക്ഷണം മൂപ്പർക്ക് ഇറക്കാൻ പറ്റിയില്ല. ആ ഭക്ഷണം വായിൽ നിന്ന് വെളിയിലേക്ക് വീണപ്പോ അത് കോഴികളാണ് തിന്നത്. കോഴികൾ. ഞാൻ ഇതൊരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ മസ്കത്തിലുള്ള എൻ്റെ ഒരു സഹോദരനുണ്ട്, എൻ്റെ ഒരു സുഹൃത്താൻ. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരിക്കൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാളുടെ ഒരു വറ്റ അയാളുടെ തരപ്പിലേക്ക് പോയി എന്ന് പറയും ചില നാട്ടില്, മൂക്ക് പോയി എന്ന് പറയും ചില നാട്ടില്. ഒരു വറ്റ. അങ്ങനെ അയാളെ കൊണ്ടുപോയി 40 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഒരു ഹോസ്പിറ്റലിൽ എത്തിയത്. ആ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഇയാൾ പെട്ടെന്നൊന്ന് ചുമച്ചപ്പോ ആ വറ്റ് പുറത്തേക്ക് പോയി. ഉടനെ തന്നെ ഇയാൾ പറയണ ആ പരിസരത്ത് ഒരു കോഴി ഉണ്ടായിരുന്നു, ആ കോഴി വന്നിട്ട് കൊത്തി തിന്നു. അപ്പോ 40 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വറ്റ് അല്ലാഹു 40 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കോഴിക്ക് അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അത് അല്ലാഹു എത്തിച്ചു കൊടുത്തത് ഇയാൾ മുഖേനയാണ്. അത് ചിന്തിക്കണം. ആദിഹി ദുനിയ, ഇതാണ് ദുനിയാവ്. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഞാൻ വേഗം പോട്ടു. ദുനിയാവ് ഒന്ന് പറഞ്ഞത് ഇതിങ്ങനെ അതില് വാപ്പ ബന്ധമില്ല, ഉമ്മ ഒരു ബന്ധമില്ല. ഉമ്മ 1 സെന്റ് ഒരുത്തൻ അധികം കൊടുത്താൽ പിന്നെ മറ്റേ മക്കൾക്കൊക്കെ അമ്മാനോട് എന്തൊരു ഏറെ. ഉമ്മാനെ ഇജ്ജ് നോക്കിക്കോ, അങ്കല്ലേ തറവാട് കിട്ടിയേ, തറവാട് ഉമ്മീന്റെ ബന്ധം. ഉമ്മി അതവിടെ എന്തൊക്കെ അടിപിടിയാ സ്വത്തിന്റെ പേരിൽ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. വലസൗഫ യുഅതീക, നബി അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഫതർലാ, അപ്പോൾ അങ്ങ് സംതൃപ്തനാകും. അങ്ങ് സംതൃപ്തനാകുന്നത് വരെ അങ്ങേക്ക് അല്ലാഹു നൽകും. എന്ത് 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 കിട്ടിയാണ് റസൂലുള്ളാഹി സംതൃപ്തനാവുക? എന്ത് കിട്ടിയാലാണ് ആരാണ് പറഞ്ഞാല് എന്ത് കിട്ടിയാലാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംതൃപ്തനാകുന്നത്? ഞമ്മക്കൊക്കെ എന്ത് കിട്ടിയാലാ സംതൃപ്തനാകുക? 1000 കിട്ടിയതിന്റെ 2000 കിട്ടിയാല് അല്ലേ? ആരെങ്കിലും ഒന്ന് നല്ലപോലെ കൊടുത്താൽ പുണ്യ നബി എപ്പോഴാണ് സംതൃപ്തനാകുന്നത്? ഒറ്റ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞോളൂ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഈ ആയത്ത് റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അങ്ങ് സംതൃപ്തമാകുന്നത് വരെ അങ്ങേക്ക് തരും എന്ന ആയത്ത് ജിബ്രീൽ ഓതിക്കൊടുത്തപ്പോൾ റസൂലുള്ളാഹി അല്ലാഹുവിനോട് പറഞ്ഞു, നബിയെ അല്ലാഹുവിനോട് പറഞ്ഞു, ഇദല്ല അർളി വവാഹിദും ഇദല്ല അർളാ വവാഹിദും മിൻ ഉമ്മത്തി അന്നാർ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടായിരിക്കെ ഞാൻ സംതൃപ്തനാകില്ല റബ്ബേ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലാണെങ്കിൽ പോലും യാ അല്ലാ ഞാൻ സംതൃപ്തനാവുകയില്ല റബ്ബേ, ഞാൻ റാളിയാവുകയില്ല അല്ലാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഉമ്മത്തിനെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശഫാഅത്തുൽ കുബ്റാ അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന്റെ അധികാരം നൽകിയത്. റസൂലുള്ളാഹിക്ക് ശഫാഅത്തിനുള്ള അധികാരം അല്ലാഹു കൊടുത്തു. എപ്പോഴാ? അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ എന്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്ത് കിടക്കുകയാണെങ്കിലും ഞാൻ സംതൃപ്തനാകില്ല അല്ലാഹ്. എനിക്ക് നീ എന്തു ചെയ്താലും അവിടെ കാണാം. മഹാന്മാർ വിശദീകരിച്ചെടുത്ത് കാണാം. റസൂലുള്ളാഹി പറയാ, കുല്ലുൻ നബിയ്യുന യജ്ലിസൂന അലാ കുർസിയിഹിം. എല്ലാ പ്രവാചകന്മാരും മശ്റയിൽ കസേരയിൽ ഇങ്ങനെ ഇരിക്കും. വ അന ലാ അജ്ലിസ്. സ്വഹാബ ഞാൻ എന്റെ കസേരയിൽ ഇരിക്കൂല. എല്ലാ പ്രവാചകന്മാർക്കും മശ്റയിൽ ചെയറുണ്ട്. എല്ലാരും അവരവരുടെ ചെയറിൽ ഇരിക്കും. ഞാൻ ഇരിക്കൂല സ്വഹാബ. മഖാഫത അൻ യുമറ ബിൽ ജന്ന.
എന്നോട് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ നബിയെ ഇനി സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് എന്നോട് പറയുമോ എന്ന് പേടിച്ചിട്ട് എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്തായി എന്ന് അറിയാൻ കഴിയാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകേണ്ടി വരുമോ എന്ന് കരുതി ലാ അജ്ലിസു അലാ കുർസി, എന്റെ കസേരയുടെ മേൽ ഞാൻ ഇരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ള സംതൃപ്തനാകുന്നത് ഈ ഉമ്മത്തിലെ അവസാനത്തെ ആളും നരകത്തിൽ നിന്ന് മോചിതനാകുന്നവരാണ്. ശഫാഅത്തി ലിഅഹ്ലിൽ കബായിർ മിൻ ഉമ്മത്തി. ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട് എവിടെയെന്ന് അറിയുകളെ? പരിശുദ്ധമായ മദീന മുനവ്വറയിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ സ്വഹാബികൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച മെഹ്റാബ് ഉണ്ടല്ലോ, ആ മെഹ്റാബിനോട് ചേർന്ന ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹദീസ്. എന്താണ് ഇതിനർത്ഥം? ശഫാഅത്തി, എന്റെ ശഫാഅത്ത് ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട വൻ ദോഷികൾക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടതാ ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. നമ്മുടെ സദസ്സ് അവസാനിക്കാൻ ഒരുങ്ങുന്നു. ഇന്നത്തെ ദിവസം തൗബയുടെ ദിവസമാണ് എന്റെ സഹോദരങ്ങളെ. തെറ്റുകൾ ചെയ്തു പോയതൊക്കെ റബ്ബിനോട് അല്ലാ പൊറുത്തു തരണേ എന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ് പുണ്യനബിയുടെ ശഫാഅത്ത് വാങ്ങി പോണം ഈ സദസ്സിൽ നിന്ന്. അതിന് അല്ലാഹു നമ്മെ അർഹരാക്കി തരട്ടെ. ഇന്ന് നമ്മൾ അതിന് വേണ്ടിയാണ് ഒരുമിച്ച് ചേർന്നത്. അതുകൊണ്ട് വേണ്ട, ഞാൻ നീട്ടി പറയുന്നില്ല. അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് തരുമ്പോൾ അങ്ങ് സംതൃപ്തനാകും നബിയെ, സംതൃപ്തനാകുന്നവരെ അങ്ങേക്ക് നൽകും നബിയെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഈ കേട്ടോളൂ, അലം യജ്ദക യതീമൻ ഫആവാ. ഇതൊക്കെ അങ്ങേക്ക് തരാൻ അല്ലാഹുവിന് കഴിയും നബിയെ. എന്തുകൊണ്ട്? അലം യജ്ദക യതീമൻ ഫആവാ, അങ്ങ് യതീമായിട്ടല്ലേ ജനിച്ചത്, എന്നിട്ട് അങ്ങേക്ക് അഭയം തന്നില്ലേ? വാപ്പ തരുന്നതിനേക്കാളും വലിയ അഭയം അല്ലേ? ഒരു വാപ്പ മകന് കൊടുക്കുന്നതിനേക്കാളും വലിയ അഭയം അല്ലാഹു അങ്ങേക്ക് ഒരുക്കി തന്നില്ലയോ? റസൂലുള്ള ജനിക്കുമ്പോ വാപ്പല്ല, 6-ാം വയസ്സിൽ ഉമ്മ പോയി. ഉമ്മ പോയതോടുകൂടെ പിന്നെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന് വല്ലാത്ത സ്നേഹ റസൂലുള്ളാഹിനോട്, മുഹമ്മദ് എന്ന കുട്ടിയോട്. കാരണം വാപ്പിമ്മില്ലാത്തവനല്ലേ, സ്വന്തം വാപ്പന് ഉമ്മനേക്കാളും വലിയ സ്നേഹം അല്ലേ? അല്ലെ? ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ബാപ്പാന്റെ അടുത്തു നിന്നാണോ അല്ല ഉമ്മാന്റെ അടുത്തു നിന്നാണോ ഉമ്മാന്റെ അടുത്തു നിന്നാണോ കിട്ടുക? നിങ്ങളാരും വാപ്പാന്റെ വാപ്പി ഉമ്മാന്റെ അമ്മയും ആയിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഏറ്റവും വലിയ സ്നേഹം എവിടുന്ന കിട്ടുക? ഉമ്മാന്റെ അടുത്തുനിന്നോ ഉമ്മാന്റെ അമ്മാന്റെ അടുത്തുനിന്നോ? ഉമ്മാന്റെ അമ്മാന്റെ അടുത്തുനിന്നാ. ഉമ്മ ഇടക്കിടക്ക് ഒന്ന് തക്കും. ഉമ്മാന്റെ അമ്മങ്ങാനും കണ്ടാ പിന്നെ റെഡി തന്നെ ബാക്കി. ഉമ്മാന്റെ ഉമ്മ തൊടുക പോലും ചെയ്യാറില്ല. പുണ്യ നബിയോട് പറയാൻ, അലം യജ്ദക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. യതീമായിട്ട് അങ്ങയെ അല്ലാഹു എത്തിച്ചില്ല നബി, എന്നിട്ട് അങ്ങക്ക് അഭയം തന്നില്ലയോ? വവജദക ളാല്ലൻ ഫഹദാ, അങ്ങ് വഴി പിഴച്ചു പോയില്ലേ നബിയെ, എന്നിട്ട് അല്ലാഹു അങ്ങയെ യഥാർത്ഥ വഴിയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്തില്ലേ? 4 സംഭവം പറയുന്നുണ്ട് ഇവിടെ. ഒന്ന്, ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് അങ്ങനെ എഴുതിപ്പോയിരിക്കും റസൂലുള്ളാഹ്. എന്നിട്ട് അല്ലാഹു റസൂലുള്ളാഹിനെ തിരിച്ചവിടെ തന്നെ എത്തിച്ചു കൊടുത്തു വീട്ടിൽ. ആ സംഭവം ഇതിന്റെ തഫ്സീറിൽ മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുന്നു. ഹബീബായ നബിയെ, അങ്ങ് ദരിദ്രനായിരുന്നില്ലയോ? ഫഅഗ്ന, അള്ളാഹു അങ്ങയെ മുതലാളിയാക്കില്ലേ? എങ്ങനെ മുതലാളിയാക്കി? റസൂലുള്ളാഹിക്ക് നേരിട്ട് പണം കൊടുത്തിട്ടല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഏറ്റവും വലിയ പണക്കാരൻ റസൂലുള്ളാഹിന്റെ സുഹൃത്താക്കി. ഖദീജ ബിബി എന്ന ഏറ്റവും വലിയ പണക്കാരിയെ റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്യുന്ന അവസരം ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് മദീനത്തേക്ക് എത്തിയപ്പോൾ മദീനക്കാർ നാട് തന്നെ റസൂലുള്ളാഹിക്ക് എഴുതി കൊടുത്തു. മദീനത്തു റസൂലില്ല എന്ന നാടിന് പേര് വെച്ചത്. ഇവിടുന്ന് അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റൂലത്, സമയമില്ലല്ലോ. സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റില്ല. ഇൻഷാ അല്ലാഹ് പാറക്കടവിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിഷയം പറയും. ഒരു ദിവസം നമ്മൾ പറയാം, ലിംഗസമത്വവും പറയും. ബാക്കി ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പാറക്കടവിലേക്ക് വെക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ദുആയോടുകൂടെ നമ്മൾ പിരിഞ്ഞു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. റഹ്മുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ് നീ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്.
നമ്മുടെ പ്രിയപ്പെട്ട കെ സൂഫി ഹാജി നമ്മുടെ ഈ പരിസര പ്രദേശത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയൊരു തണലും താങ്ങുമാണ്.